പറഞ്ഞോ, എന്നുണ്ടെന്ന് പറഞ്ഞു. എക്സാം എന്നുണ്ടാന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നു, നിങ്ങൾ പറഞ്ഞോ? ജൂലൈ 18 പറഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞ അപ്പോ തന്നെ, PSC ഓഫീസിൽ നിന്ന് അറിഞ്ഞ അപ്പോ തന്നെ പറഞ്ഞു. കേരള PSC എക്സാം ഓഫീസിൽ നിന്ന് അറിഞ്ഞ അപ്പോ തന്നെ ആദ്യമായി ഞാൻ തന്നെ പോസ്റ്റ് ഫേസ്ബുക്കിൽ നോക്കി അറിയാൻ പറ്റും. ഫേസ്ബുക്കിൽ നോക്കിയാൽ ഈവനിങ് 6 മണിക്ക് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടായിരുന്നു എനിക്ക്? കണ്ടല്ലോ. എന്താ പ്ലാൻ? എന്താ പ്ലാൻ? സ്റ്റഡി പ്ലാൻ എന്താ? എന്താ ഉദ്ദേശം? എന്താണ് മനസ്സിൽ ഉദ്ദേശം? ഞാൻ പറയണല്ലോ. എന്താ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട്? എന്താണ് ഉദ്ദേശിച്ചത് അങ്ങോട്ട്? ആർക്ക് പറയാം? എന്താ മനസ്സിൽ ഉദ്ദേശിച്ചത്? സത്യം പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിലെ സത്യസന്ധമായ ഉദ്ദേശം പറഞ്ഞു. എന്തായിരിക്കും ഉദ്ദേശം? സമയം കുറവാണോ? കൂടുതലാണോ? സമയം കുറവാണോ കൂടുതലാണോ? സമയം ഇത് കുറവാണെന്ന് പറയാൻ കാരണം അത് പഠിക്കാനുള്ള സമയം കുറവാണോ? ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് സമയം കുറവാണോ? പഠിക്കാനുള്ള സമയം കുറവാണോ, അതോ നമുക്ക് ഒരുപാട് പഠിപ്പിക്കാനുള്ളതാണോ? കാരണം ഇത് മെയിൻ സബ്ജക്റ്റിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ബേസിക്സ് ഓഫ് നഴ്സിംഗ് പഠിക്കാനുള്ളത്, ശരിയല്ലേ? നമ്മുടെ സിസ്റ്റങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ബേസിക്സ് ഓഫ് നഴ്സിംഗ് എന്ന ചാപ്റ്റർ ഫൗണ്ടേഷനകത്ത് പഠിക്കുന്നില്ലേ, ശരിയല്ലേ? സിസ്റ്റംസിനകത്ത് പഠിക്കാനുള്ള ഒരുപാട് കാര്യം, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യം ബേസിക്സ് ഓഫ് നഴ്സിംഗ് പഠിക്കുന്നില്ലേ? സിസ്റ്റങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കാര്യവും ഫൗണ്ടേഷനകത്ത് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. അത് ഫൗണ്ടേഷൻ ചാപ്റ്റർ കുറയില്ലേ? ഫൗണ്ടേഷനുള്ള ചാപ്റ്റർ കുറഞ്ഞിട്ടില്ലേ? ഇപ്പൊ പറഞ്ഞ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് കുറഞ്ഞിട്ടില്ലേ? ബാക്കിയുള്ള സിസ്റ്റങ്ങൾ പഠിക്കുന്ന കുറെ കാര്യം ഫൗണ്ടേഷനിൽ പഠിക്കുമ്പോൾ അത് കുറഞ്ഞിട്ടില്ലേ? അത് കിട്ടിക്കരുത് വരെ. ഇത്രയും ദിവസം പഠിച്ചപ്പോൾ പലർക്കും അറിയാം, കിട്ടിക്കായിരുന്നു. സത്യമാണോ? ഇത്ര ദിവസം പഠിച്ചപ്പോൾ ഫൗണ്ടേഷൻ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കണം. ബാക്കിയുള്ള സിസ്റ്റം പഠിക്കുമ്പോൾ വരുന്ന പല കാര്യങ്ങളും, ഈവൻ സെല്ലായാലും എപ്പിത്തീലിയം ആയാലും ഗ്ലാൻസ് ആയാലും ടിഷ്യൂസ് ആയാലും പല കാര്യങ്ങളും ഇവിടെ കിട്ടിയല്ലോ. കിട്ടി. അപ്പൊ എന്ത് ടെൻഷൻ വേണം? ഞാൻ ഇട്ട കമന്റ് കണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ. ഫിയർ ഓഫ് എക്സാം ഇസ് കോമൺലി റെഫേർഡ് അസ്. ഞാൻ ചിരിച്ചുകൊണ്ട് കമന്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് സ്വന്തം ടൈപ്പ് ചെയ്തുകൊണ്ട് ഫിയർ ഓഫ് എക്സാം ഇസ് കോമൺലി റെഫേർഡ് അസ് സ്മൈലി കണ്ടോ? ചിരിച്ചുകൊണ്ട് ഫിയർ ഓഫ് എക്സാം ഇസ് കോമൺലി നോൺ അസ്. കണ്ടോരെങ്കിലും? എന്താ ആണല്ലേ? പാസ്സാകണ്ടേ? ഇവിടെ ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും ഇപ്പൊ എന്റെ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ പറയാറുണ്ട്. എന്റെ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ക്രാഷ് ബാച്ച് എന്ന പേര് ഉണ്ടായിരുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ക്രാഷ് ബാച്ച് എന്ന പേര് കണ്ടിട്ടുണ്ടോ? എന്റെ ഗ്രൂപ്പ് ഷെയർ ചെയ്ത് പറയാറുണ്ടല്ലോ ഗ്രൂപ്പിൽ. പക്ഷെ ഞാൻ എവിടെയെങ്കിലും ക്രാഷ് ബാച്ച് തുടങ്ങുന്നു എന്ന് മെസ്സേജ് കണ്ടില്ലല്ലോ. തുടങ്ങില്ല. കണ്ടോ? ആരെയും കണ്ടായിരിക്കില്ല. പറഞ്ഞു ഒരു ക്രാഷ് ബാച്ച് ഉണ്ട്, നിങ്ങൾ കൂട്ടുകാർ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നു. പക്ഷെ മെയിൻ ബാച്ചിന്റെ അവസാന ബാച്ചിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു ക്രാഷ് ബാച്ച് ഇല്ല. പക്ഷേ മെയിൻ ബാച്ചിന്റെ അവസാന ബാച്ചിൽ ലിങ്ക് അയച്ചു. മെയിൻ ബാച്ചിന്റെ അവസാന ബാച്ചിൽ ലിങ്ക് അയച്ചു. കിട്ടിയോ? സത്യമല്ലേ? ഞാൻ കള്ളം പറയാറില്ല. ഒരിക്കലും ഒരു ക്രാഷ് ബാച്ച് ഇല്ല. പകരം മെയിൻ ബാച്ചിന്റെ അവസാന 8ാമത്തെ ബാച്ചിന്റെ ഗ്രൂപ്പ് ലിങ്ക് അയച്ചു തന്നു. എന്തെന്ത് ക്രാഷ് ബാച്ചിന്റെ വ്യത്യാസം എന്താ? ഇപ്പൊ പഠിക്കുന്നതും ക്രാഷ് ബാച്ചും വ്യത്യാസം എന്താ?
ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ കാര്യം പറഞ്ഞു പോയി നിങ്ങൾ പോയി എഴുതുമല്ലേ, ശരിയല്ലേ? ജസ്റ്റ് റിവിഷൻ അല്ല, റിവിഷൻ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമല്ലേ. ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോൾ ഞാനത് 5 വർഷം മുമ്പ് സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ്. ഞാൻ 5 വർഷം മുമ്പ് സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ് ക്രാഷ് ബാച്ച്. ഞാൻ 5 വർഷം മുമ്പ് സ്റ്റോപ്പ് ചെയ്ത കാര്യമാണ് ക്രാഷ് ബാച്ച്. കാരണം എന്നറിയാമോ? അത് പിള്ളേരെ പറ്റിയ കാര്യമല്ലേ, പിള്ളേരെ പറ്റിക്കുന്ന കാര്യമല്ലേ. അവർ എന്താണ് അവസാനമായിട്ട് പഠിക്കാൻ വരുമ്പോൾ അവരെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ കാര്യം പറഞ്ഞു വിട്ടാൽ മതിയോ? അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ കാര്യം പറഞ്ഞു വിട്ട് പഠിക്കുകയാണെങ്കിൽ എന്റെ മെയിൻ ബാച്ചിൽ പഠിക്കുക, ഞാൻ ജോലി ഉറപ്പ് തരും. അത്രയും റെക്കോർഡിങ്സ് നോട്ട്സ് അല്ലേ. പഠിക്കുകയാണെങ്കിൽ ദ മെയിൻ ബാച്ചിൽ പഠിക്കുക, ഉറപ്പായിട്ടും കിട്ടും. അല്ലാതെ ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എവിടെയും പോയി തലവെക്കരുത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് എവിടെ പഠിച്ചെത്തിയ? ലാസ്റ്റ് എവിടെയാ പഠിച്ചെത്തിയ? ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്ത്? എവിടെയാ? സ്ലീപ്പ്. ഫൗണ്ടേഷൻ അത് സ്ലീപ്പ് അല്ലേ? ഫൗണ്ടേഷൻ അത് സ്ലീപ്പ് പഠിച്ചു. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാമോ? ഫൗണ്ടേഷനിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ഇത് നാർക്കോലെപ്സി എത്ര? ഇത് നാർക്കോലെപ്സി ഫൗണ്ടേഷൻ അത് ഞാൻ എഴുതി നോട്ട്സ് കണ്ടായിരുന്നോ? സ്ലീപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതുന്ന നോട്ട്സ് കണ്ടായിരുന്നോ? കണ്ടോ? വായിച്ചു ആരെങ്കിലും നോക്കട്ടെ. ഇനി അങ്ങോട്ട് മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും ഞാൻ നോട്ട്സ് പ്രിന്റഡ് നോട്ട്സിന് കൂടെ തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എഴുതട്ടെ. കണ്ടോ ആരെങ്കിലും? ഇന്ന് രാവിലെ കിട്ടുന്ന നോട്ട് രാവിലെ ഇന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസും അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും ഞാൻ തന്നായിരുന്നു. എഴുതി കണ്ടോ ആരെങ്കിലും? വായിച്ചു നോക്കിയായിരിക്കും. ഇത് എഴുതി കണ്ടോ? എന്തൊക്കെ ഇഷ്ടം കണ്ടായിരുന്നു? എവിടെ ആര് വായിക്കാൻ? കാരണം അറിയാമോ, അവസാന നിമിഷം 2-3 ദിവസം ഉള്ളപ്പോ ആർക്കും മിസ്സാകാൻ പോലും കേട്ടോ. 2-3 നിമിഷം ഇപ്പൊ ദിവസം ഉള്ളപ്പോ ആർക്കും ഒരു പോയിന്റ് പോലും മിസ്സാകാതിരിക്കും എഴുതി തന്നു. ആരെങ്കിലും ചെയ്തതുപോലെ, ഇതുപോലെ രാവിലെ 4 മണിക്ക് ഇരുന്ന് എഴുതി 4 ആയി 5 ആയി 6 ആയി എഴുതി എന്നാണ് അങ്ങ് പോയി. സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണോ ഇംബാലൻസ് ആണോ? ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ആണ്. നിങ്ങൾ തോന്നിക്കാണും, സാർ എപ്പോഴും നമ്മൾ കേൾക്കുന്ന പേര് ഇംബാലൻസ് അല്ലേ? ശരിയല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ അവിടെ ആഴ്ന്നിറങ്ങിയ പോയ പേരെന്താ? ഇംബാലൻസ് അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ആഴ്ന്നിറങ്ങി പോയ പേരെന്താ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലേ? ഇംബാലൻസ് അല്ലേ? ഇംബാലൻസ് അല്ലേ? കാരണം എന്താ? ഇംബാലൻസിനെ കുറിച്ച് മാത്രം പഠിക്കും. പക്ഷെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് കുറിച്ച് അത് പഠിക്കാറുണ്ടോ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിനെ കുറിച്ച് പഠിക്കാറുണ്ടോ? ഓക്കെ, ഇത് ട്രെയിനിങ് ഇറങ്ങിയ ശേഷം നാളെ പഠിക്കും കേട്ടോ. ട്രെയിനിങ് ഇറങ്ങിയ ശേഷം ടുമോറോ പഠിക്കും. ഓക്കെ, സാർ ഞാൻ ട്രെയിനിലാണ്, റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ട് കേട്ടോ. ട്രെയിനിൽ പഠിക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് ജോലിക്ക് പഠിക്കുന്നുണ്ടോ? ജോലിക്കിടെ പഠിക്കാറുണ്ടോ? ജോലിക്കിടെ പഠിക്കാറുണ്ടോ? ജോലിക്കിടെ പഠിക്കാറുണ്ടോ? ജോലിക്കിടയിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. സാർ ഞാൻ ട്രെയിനിലാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയാണ്. റേഞ്ച് ഇല്ലേ, കട്ടാവും, കുഴപ്പമില്ല. കുഴപ്പമില്ല, ട്രെയിനിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ പഠിക്കേട്ടോ. കാണുന്നുണ്ടായിരിക്കും, ആ കുട്ടി കാണുന്നുണ്ടായിരിക്കും. ഇവിടെ മഴയുണ്ട്, ഇനിയും മഴ കൊണ്ടല്ലേ. പഠിക്ക്, കുഴപ്പമില്ല. എന്താ ഹെഡ്സെറ്റ് മാത്രം വെക്കണ്ട. ആ ചെവിയിൽ നിന്ന് ഹെഡ്സെറ്റ് മാറി പഠിക്കേട്ടോ, ചെവി അടിച്ചു കൊണ്ട. സോ എല്ലാ എക്സാമിനും ചോദ്യം ഉണ്ടായിരിക്കും. ദ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ഇംബാലൻസ് അല്ല, ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ആക്ച്വലി ഇതിനകത്ത് തന്നെ കുറെ പോർഷൻസ് കവർ ചെയ്തു പോകും. ദ ന്യൂട്രീഷൻ ഫൗണ്ടേഷൻ കൂടി വരുന്ന പല ക്ലാസിഫിക്കേഷൻസും ഇതിനകത്ത് കൊണ്ട് കടന്നു പോകും. ദ ഫ്ലൂയിഡ് ബാലൻസിനകത്ത് ആക്ച്വലി പഠിക്കുന്ന ദ ന്യൂട്രീഷനും ഫൗണ്ടേഷനകത്തും വരുന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് എന്ന ചാപ്റ്ററിനകത്ത് തന്നെ പലതും കടന്നു പോകും. ഇത് ഒറ്റ ക്ലാസ് അല്ല, ഒരു സീരീസ് ആയിട്ട് പോവുകയാണ്. കേൾക്കുന്നുണ്ടോ? ഒറ്റ ചാപ്റ്റർ അല്ല, ഒരു സീരീസ് ആയിട്ട് പോകും കേട്ടോ. ഇതുവരെ സെല്ല് ടിഷ്യൂ പഠിച്ച പോലെ തന്നെ 1, 2,
3, 4, 5ഓളം ക്ലാസ് എടുക്കും കേട്ടോ. ഇതുണ്ടോ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് തന്നെ ഒരു സീരീസ് ആയിട്ട് പോകും. അപ്പൊ കേൾക്കുന്നുണ്ടോ? ഫൗണ്ടേഷനിലും ന്യൂട്രീഷനിലും പഠിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തോടെ തന്നെ പോകും. ഫൗണ്ടേഷനകത്തും ന്യൂട്രീഷനകത്തും പഠിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് കൂടെ തന്നെ കടന്നു പോകാറുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്താണ്? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് പറയുന്നത് ആക്ച്വലി എന്താണ് ഫ്ലൂയിഡ് ബാലൻസ്? എന്താ ഫ്ലൂയിഡ് ബാലൻസ് എന്ന്? ഒരു മിനിറ്റ്, ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു ഇത് ഫ്ലൂയിഡ് ബാലൻസ് എന്താ? ഫ്ലൂയിഡ് ബാലൻസ് എന്ന് പറയുന്നത് എന്താ? എന്താണ് ഫ്ലൂയിഡ് ബാലൻസ്? ആർക്ക് പറയും? എന്താണ് ഫ്ലൂയിഡ് ബാലൻസ്? ഫ്ലൂയിഡ് ബാലൻസ് എന്ന് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിന്റെ അത് എത്രയാണോ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണോ? ബോഡിക്കകത്ത് എത്രയോ ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ? എത്ര ഉണ്ട് ഇപ്പൊ ഫ്ലൂയിഡ്? എത്ര ഉണ്ട് ബോഡിക്കകത്ത്? എത്ര ഫ്ലൂയിഡ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത്? എത്ര ഫ്ലൂയിഡ് ഉണ്ട്? എത്ര എമൗണ്ട് ഉണ്ട് ബോഡിക്കകത്ത്? എത്ര എമൗണ്ട് ഫ്ലൂയിഡ് ഉണ്ട്? ഏകദേശം എത്രയുണ്ട് ബോഡിക്കകത്ത് ടോട്ടൽ? എത്ര 5 മുതൽ 6 ലിറ്റർ അല്ലേ? 5 മുതൽ 6 ലിറ്റർ അല്ലേ? 5 മുതൽ 6 ലിറ്റർ അല്ലേ? പഠിക്കും, ഞങ്ങൾ പഠിക്കും. 5 മുതൽ 6 ലിറ്റർ അല്ലേ? ആണോ? 5 മുതൽ 6 ലിറ്റർ അല്ലേ? ആണ്. അപ്പം ഈ പറഞ്ഞ ബോഡിക്കകത്തുള്ള എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിനെ അത് എത്രയാണോ ഉള്ളത് അത് റെഗുലേറ്റ് ചെയ്യുന്ന പറയുന്ന പേരെന്താ? ബോഡിക്കകത്ത് എത്രയാണോ ഫ്ലൂയിഡ് ഉള്ളതിനെ അത് റെഗുലേറ്റ് ചെയ്ത പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഫ്ലൂയിഡ് ഇംബാലൻസ് ആണോ ഫ്ലൂയിഡ് ബാലൻസ് ആണോ? ബോഡിക്കകത്ത് എത്രയാണോ ഫ്ലൂയിഡ് ഉള്ളതിനെ അതിനെ ഈ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഇംബാലൻസ് ആണോ ബാലൻസ് ആണോ? ബോഡിക്കകത്ത് എത്രയാണോ ഫ്ലൂയിഡ് ഉള്ളതിനെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ഫ്ലൂയിഡ് ബാലൻസ്. ബോഡിക്കകത്ത് എത്രയാണോ ഫ്ലൂയിഡ് ഉള്ളതിനെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് എപ്പോഴും പറയുന്ന പേരെന്താ? ഫ്ലൂയിഡ് ബാലൻസ് എന്ന് വിളിക്കാം. ഫ്ലൂയിഡ് ബാലൻസ് എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അഡൽട്ട് ബോഡി എത്ര ഉണ്ട്? അങ്ങനെയാണെങ്കിൽ അഡൽട്ട് ബോഡി എത്ര ഫ്ലൂയിഡ് ഉണ്ട്? അങ്ങനെയാണെങ്കിൽ അഡൽട്ട് ബോഡി എത്ര ഫ്ലൂയിഡ് ഉണ്ട്? എത്ര ഉണ്ട്? നല്ല ഇടി വെട്ടുന്നുണ്ട്. നല്ല ഇടി അങ്ങ് ഉണ്ടോ? ആരെങ്കിലും അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടോ? നല്ല ഇടി വെട്ടുന്നുണ്ടോ? ഇടി മഴ തകർത്ത് പെയ്യാൻ പോവുക. മഴ എന്താണ്? നല്ല തകർത്ത് പെയ്യാൻ പോലും. ശരിയല്ലേ? മഴ തകർത്ത് പെയ്യാൻ പോവുക. സ്വന്തം പേര് കൊണ്ട് ജോയിൻ ചെയ്യാത്ത ഒരാളെ ഞാൻ റിമൂവ് കേട്ടോ. സ്വന്തം പേര് കൊണ്ട് ജോയിൻ ചെയ്യാത്ത ഒരാളെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ആ റിമൂവ് ചെയ്യുന്ന ആളെനിക്ക് ഇപ്പൊ മെസ്സേജ് കേട്ടോ. ഞാൻ ഇതിൽ കാണാത്ത ഒരാളാണ്, ഞാൻ റിമൂവ് ചെയ്യാണ്. ആക്ച്വലി എനിക്ക് പേരറിഞ്ഞൂടെ? എല്ലാവരും പേരറിഞ്ഞൂടെ? എല്ലാവരും പേരറിയാമല്ലോ. എല്ലാവരും പേരറിയാം. അബ്രോഡുള്ള ആൾക്കാരെല്ലാം ലീവ് കൊടുത്തോ? അബ്രോഡുള്ള ആളെല്ലാരും ലീവ് കൊടുത്തോ? ലീവ് അപ്ലൈ ചെയ്തോ? വരുമോ? നാട്ടിൽ വരുമോ? വരുമോ? നാട്ടിൽ വന്ന് എക്സാം എഴുതോ?
കുറെ ആൾക്കാരുണ്ടോ? കുറെ ആൾക്കാരുണ്ട് ഈ മെസ്സേജ് കേട്ടോ. എനിക്ക് ഇനി ഞാൻ കുറച്ച് ലിസ്റ്റ് അയച്ചു, ഇനി കൊണ്ടുവരാനുള്ള സാധനം ലിസ്റ്റ് അയച്ചു കേട്ടോ. ഇനി കൊണ്ടുവരാനുള്ള ഐറ്റംസ് ലിസ്റ്റ് അയച്ചു കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ലിസ്റ്റ് അയച്ചു കേട്ടോ. കേൾക്കുന്നുണ്ടോ? കൊണ്ടുവരാനുള്ള ലിസ്റ്റ് അയച്ചു. എവിടെ പറയാറുണ്ട്? സോ ഇത് ബോഡിക്കകത്തുള്ള ഇത് എമൗണ്ട് ഓഫ് ലിക്വിഡിനെ പറയുന്ന പേരെന്താ? ഈ പറഞ്ഞ എത്രയാണോ ഇത് എമൗണ്ട് ഓഫ് ലിക്വിഡ് പറയുന്ന പേരെന്താ? ബോഡിക്കകത്തുള്ള എത്ര എമൗണ്ട് ഓഫ് ലിക്വിഡ് ബോഡിക്കകത്തുണ്ട് എന്ന് പറയുന്നതിന്റെ ടോട്ടൽ എമൗണ്ട് പറയുന്ന പേരെന്താ? ബോഡിക്കകത്ത് എത്ര എമൗണ്ട് ലിക്വിഡ് ഉണ്ടെന്ന് പറയുന്ന പേരെന്താ? ഇസ് ദ ഫ്ലൂയിഡ് ബാലൻസ് ആണോ ഇംബാലൻസ് ആണോ? ഫ്ലൂയിഡ് ബാലൻസ് ആണോ ഇംബാലൻസ് ആണോ? ബോഡിക്കകത്ത് എത്ര ലിക്വിഡ് ഉണ്ടെന്ന് പറഞ്ഞതിനെ ഇംബാലൻസ് ആണോ ബാലൻസ്? അങ്ങനെയാണെങ്കിൽ അഡൽട്ട് ബോഡിയിൽ അഡൽട്ട് ബോഡിക്കകത്ത് ടോട്ടൽ ബോഡി വെയിറ്റിൽ എത്ര ശതമാനമാണ് വാട്ടർ ഉള്ളത്? എത്ര ഉണ്ടായിരിക്കും? 60% അല്ലേ? ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 60% എപ്പോഴും അഡൽട്ടിൽ വാട്ടർ ഉള്ളത്. ശരിയല്ലേ? ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമൻ അഡൽട്ടിന്റെ ബോഡിയിൽ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 60% വാട്ടർ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 60% വാട്ടർ ആണുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് പഠിക്കണ്ടേ? ഓരോരോ ഗ്രൂപ്പ് അനുസരിച്ച് നമുക്ക് പഠിച്ചിരിക്കണം. ചോദ്യം വരും, നോർമൽ അഡൽട്ട് എത്രയാ? നോർമൽ അഡൽട്ട് ആണെങ്കിൽ 60 മുതൽ 65% അല്ലേ? ലാസ്റ്റ് വന്ന ആൾക്കാരോട് പറയുകയാണ്, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലൂയിഡ് ബാലൻസ് ആണ്. അവിടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചോദിക്കുകയാണ് നോർമൽ അഡൽട്ട് ആണെങ്കിൽ എത്രയുണ്ട്? അത് ചോദ്യം സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. ആവറേജ് അല്ലേ പറഞ്ഞത്? അഡൽട്ട് ആണെങ്കിൽ 60% ആവറേജ് അല്ലേ? അഡൽട്ട് ആണെങ്കിൽ 60% ആവറേജ് അല്ലേ? ആണോ? ആവറേജ് ആണോ? അതെ. അവിടെ വീണ്ടും ചോദ്യം, അഡൽട്ട് എന്ന് പറയുമ്പോ 60% പറഞ്ഞത് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഫ്ലൂയിഡിന്റെ കാര്യം അഡൽട്ട് എന്ന് പറയുന്നത് 60% മെയിൽ ആണോ ഫീമെയിൽ ആണോ? മെയിൽ ഓഫ് ഫീമെയിൽ? അതും ചോദിക്കില്ല എക്സാമിന്. അതും ചോദ്യം വരും. അഡൽട്ട് മെയിൽ ആണ് എത്രയാ? അഡൽട്ട് മെയിൽ ആണെങ്കിൽ ടോട്ടൽ പറഞ്ഞ ബോഡി ഫുൾ എത്രയാ? 60 മുതൽ 65%. 60 മുതൽ 65% അഡൽട്ട് മെയിൽ ആണ് ഫ്ലൂയിഡ്. ശരിയല്ലേ? 60 മുതൽ 65 ആണെങ്കിൽ ദ മെയിൽ. ആവറേജ് അല്ലേ 60? ഞാൻ തൊട്ട് പറഞ്ഞ 60% എന്ന് പറഞ്ഞത് ആവറേജ് അല്ലേ? 60% എന്ന് പറഞ്ഞ കാര്യം ആവറേജിൽ കാര്യം പറഞ്ഞു. പക്ഷെ മെയിൽ ആണെങ്കിൽ 60 മുതൽ 65% കളം. ഫീമെയിൽ കുറവാണ് കൂടുതലാണോ? അഡൽട്ട് ഫീമെയിൽ കുറവാണ് കൂടുതലാണോ? പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? ഫീമെയിൽ കുറവാണ് കൂടുതലാണോ? അഡൽട്ട് ഫീമെയിൽ എപ്പോഴും ഈ പറഞ്ഞ ഫ്ലൂയിഡ് കുറവാണ് കൂടുതലാണോ? അഡൽട്ട് ഫീമെയിലില് കമ്പാരിറ്റീവ്ലി കുറവുള്ളൂ. ഫീമെയിലിൽ കമ്പാരിറ്റീവ്ലി കുറവാണോ കൂടുതലാണോ ഫ്ലൂയിഡ്? ഫീമെയിൽ അഡൽട്ടിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫീമെയിൽ അഡൽട്ടിൽ കമ്പാരിറ്റീവ്ലി കുറവല്ലേ? ഫീമെയിൽ കമ്പാരിറ്റീവ്ലി എപ്പോഴും കുറവാണ്. 55 മുതൽ 60% മാത്രമേ ഉള്ളൂ. ഫീമെയിൽസിൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് കാണുന്നത്. 55 മുതൽ 60% വരെയാണ് ഫീമെയിലിൽ കാണുന്നത്. പക്ഷെ അഡൽട്ട് മെയിൽ ആണ് എത്രയാ? അഡൽട്ട് മെയിൽ ആണെങ്കിൽ 60 മുതൽ
65% അല്ലേ? അഡൽട്ട് മെയിൽ ആണെങ്കിൽ 60 മുതൽ 65% ഫീമെയിലാണോ മെയിലാണോ? 60 മുതൽ 65% മെയിൽ ഓർ ഫീമെയിൽ? മെയിലിൽ. പക്ഷെ ഫീമെയിൽ എത്തുമ്പോൾ കുറെ ഒരു കമ്പാരിറ്റീവ് കുറഞ്ഞ് 55 മുതൽ 60% വരെ ആവും. ആവറേജ് എത്രയാ? ആവറേജ് ആണ് തൊട്ട് പറഞ്ഞത്. ആവറേജ് നോർമൽ അഡൽട്ടിൽ ആവറേജ് എത്രയാ? 60% അല്ലേ? നോർമൽ ആണെങ്കിൽ ആവറേജ് നോക്കി 60. പക്ഷേ മെയിൽ ആണെങ്കിൽ 60 to 65%, ഫീമെയിൽ ആണെങ്കിൽ 55 to 60% കമ്പാരിറ്റീവ്ലി കാണുന്നത്. കിട്ടിയോ? അഡൽട്ട് മെയിലും ഫീമെയിലും കിട്ടിയോ? അഡൽട്ട് മെയിലും ഫീമെയിലും ദ ഫ്ലൂയിഡ് വാല്യൂ കിട്ടിയോ? നോർമൽ ആവറേജ് കിട്ടിയല്ലോ. പക്ഷെ അതേസമയം ഇൻഫാനിൽ എത്തുമ്പോൾ എത്രയായിരിക്കും? അതേസമയം ഇൻഫാനിലോട്ട് എത്തുമ്പോൾ എത്രയായിരിക്കും? അവിടെ കൂടുതൽ അവിടെ കുറവാണോ? ചോദ്യം വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണത്. കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണത്. കൺഫ്യൂഷൻ എന്നറിയാമോ? 50 പറഞ്ഞു, 55 പറഞ്ഞു, 60 പറഞ്ഞു. പക്ഷെ ഇൻഫാന്റ് എത്തുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. കുഞ്ഞല്ലേ? അത്രയും ഫ്ലൂയിഡ് കാണോ? ശരി, ആലോചിക്കില്ലേ? പറയണ്ടേ? ഇത് പഠിക്കാതെ പോകുന്നതാണെങ്കിൽ ഇൻഫാന്റ് കുഞ്ഞല്ലേ? ആ ബോഡിക്കകത്ത് ഇത്രയും ശരിയല്ലേ? ആലോചിച്ചോക്കെ. പഠിക്കാതെ പോകുന്ന ഒരാളെങ്കിൽ ഇൻഫാന്റ് ആണെങ്കിൽ കുഞ്ഞ്, അതൊക്കെയാണെങ്കിൽ വലുത്, ബോഡി കൂടുതൽ കാണും. പക്ഷെ കുഞ്ഞാകുമ്പോൾ കുറച്ചല്ലേ കാണുള്ളൂ. ചോദിച്ചത് പെർസെന്റേജ് അല്ലേ? ചോദ്യം പെർസെന്റേജിലല്ലേ? എത്ര പെർസെന്റേജ് ഫ്ലൂയിഡ് കാണുമെന്നല്ലേ ചോദ്യം? പെർസെന്റേജിലല്ലേ, അല്ലാതെ വോളിയം അല്ലല്ലോ. വോളിയമാണോ പെർസെന്റേജ് ചോദ്യം? പെർസെന്റേജ്. വോളിയം അല്ലല്ലോ. അല്ല, പെർസെന്റേജ് അല്ലേ? ഇൻഫാന്റും ചൈൽഡിൽ ഏകദേശം 80% ബോഡി ഫ്ലൂ ഉണ്ട്. ഇൻഫാന്റും ചൈൽഡിലും ഏകദേശം 80. ഇൻഫാന്റും ചൈൽഡ് പറയുമ്പോഴേ ഇത് ഏറ്റവും കൂടുതൽ ഇൻഫാന്റിലാണോ ചൈൽഡിലാണോ? ഇൻഫാന്റും ചൈൽഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാ? ഇൻഫാന്റിലാണോ ചൈൽഡിലാണോ? പറഞ്ഞേ. ഇൻഫാന്റ് അല്ലേ? പഠിക്കുന്നു, ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പലപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. പലപ്പോഴും ഞാൻ തിരക്കാണെങ്കിൽ പോലും സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യം പറയും. സാർ, ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോ അയച്ചത്. സാർ, ഞാൻ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യല്ലേ? പലരും അയക്കാറില്ലേ? സാർ, ഞാൻ പഠിക്കുകയാണ്, ഇത് ഈ സിസ്റ്റം പഠിക്കുന്നത്, ഈ ഫോട്ടോ അയച്ച്. സാർ, ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നുണ്ട്. അല്ലേ കുഞ്ഞെ? ഞാൻ പേര് പറയുന്നില്ല, അറിയാലോ. എനിക്ക് അറിയാം, വളരെ അറിയാം. എനിക്കിന്ന് ആ സ്ട്രൈക്ക് ചെയ്ത ഫോട്ടോ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പേര് പറയില്ല, പക്ഷെ എന്താ പലരും പഠിക്കുന്നുണ്ട്. ഉണ്ടോ? എവിടെ? സോ ഇൻഫാന്റിൽ 80% ഉണ്ടല്ലോ. നൗ ദ ഓൾഡ് ഏജിൽ കൂടുതൽ കുറവാണോ? ദ ഫ്ലൂയിഡ് ഇൻ ദ ബോഡി, ഫ്ലൂയിഡ് ബോഡിയിൽ ഓൾഡ് ഏജിൽ കുറവാണ് കൂടുതലാണോ? ഓൾഡ് ഏജിൽ ഫ്ലൂയിഡ് ബോഡിയിൽ കുറവാണ് കൂടുതൽ. ആലോചിച്ചുകൂടെ? വയസ്സായി, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. വയസ്സായി കൂടുതലായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടതിന്റെ ഓൾഡ് ഏജ് ആണ്. വയസ്സായി ജോലിക്ക് പോകാത്ത ആളാണെങ്കിൽ വീട്ടിൽ കിടക്കുന്ന സമയത്ത് ഫ്ലൂയിഡ് കൂടുതൽ കുറവാണ്. കോമൺ തിങ്കിങ് അനുസരിച്ച് കൂടുതൽ കുറവാണ്. ഇത് പഠിക്കാതെ കോമൺ തിങ്കിങ് അനുസരിച്ച് വെറുതെ ഇരിക്കുന്ന ആളാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും വെറുതെ ഇരിക്കുന്നുണ്ട്. ആ വെള്ളം കുടിച്ച് അവിടെ വെള്ളം കെട്ടിക്കിടക്കും അല്ലേ? എങ്ങനെയല്ലേ? അത് ചോദിച്ചോടെ? വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. രാവിലെ എഴുന്നേക്കും, ചായ കുടിക്കും, വെള്ളം കുടിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വെള്ളം കിടന്ന് ഫ്ലൂയിഡ് കൂടാൻ ചാൻസ്. ശരിയല്ല? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? ഇത് ഓൾഡ് ഏജ് ആകുമ്പോൾ ഫ്ലൂയിഡ് കൂടിക്കിടക്കും. എപ്പോഴും അളിച്ചുണ്ടോ? ഇപ്പൊ വീട്ടിൽ അപ്പൂപ്പനമ്മ ഉണ്ടോ? ആരെങ്കിലും വീട്ടിൽ അപ്പൂപ്പനമ്മ ഉണ്ടോ? ആലോചിച്ച് നോക്കിട്ടെ. ഉണ്ടോ? ആലോചിച്ചിട്ട്. വയസ്സായാണ്, ജോലിക്ക് പോകുന്നില്ല, നടക്കാൻ പോലും പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ TV റിമോട്ട് എടുത്തു തരാൻ പോലും കേൾക്കുന്നില്ല. നടക്കാത്ത ആളുടെ ബോഡിയിൽ ഫ്ലൂയിഡ് കുറവാണോ കൂടുതലാണോ? എഴുന്നേറ്റ് ഒന്നും നടക്കുന്നില്ല.
ഫ്ലൂയിഡ് കൂടുതലായിരിക്കും അല്ലേ? അതുകൊണ്ട് കുറവായിരിക്കും. ഓൾഡ് ഏജിൽ എപ്പോഴും ഫ്ലൂയിഡ് കുറവായിരിക്കും. 55% മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ പറഞ്ഞുതരാം. 55% മാത്രമേ എപ്പോഴുള്ളൂ ഇതുള്ളൂ, ഓൾഡ് ഏജിൽ ഉള്ളൂ. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമായിരുന്നു, ദ ഓൾഡ് ഏജിൽ എത്ര ഫ്ലൂയിഡ് ഉണ്ട്? 55% മാത്രമേ ഫ്ലൂയിഡ് ഉള്ളൂ. എത്ര പെർസെന്റേജ് ആണെന്ന് കേരള PSC എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് അഡൽട്ട് മെയിൽ ആണെങ്കിൽ എത്ര പെർസെന്റേജ്? അഡൽട്ട് മെയിൽ ആണെങ്കിൽ എത്ര ചോദിക്കും കേട്ടോ, ചോദിക്കും. ഈ കഴിഞ്ഞ മുമ്പത്തെ എക്സാമിന് പെർസെന്റേജ് അനുസരിച്ച് ഫ്ലൂയിഡ് ചോദിച്ചുകൊണ്ട് എക്സാക്ട് ആയിട്ട് ഞാൻ പറയുക ചോദിക്കും. അഡൽട്ട് മെയിൽ ആണെങ്കിൽ എത്രയുണ്ട്? 60 മുതൽ 65% ഉണ്ട്. അഡൽട്ട് ഫീമെയിൽ ആണ് എത്രയാ? ഫീമെയിൽ ആണ് എത്രയാ? ഫീമെയിൽ 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 60, ഇൻഫാന്റ് ചൈൽഡിലും 80, ഓൾഡ് ഏജിൽ 55. ഇത്രയും പഠിച്ചാൽ എപ്പോഴും നിങ്ങൾ എന്താ മറന്നു പോകുന്ന പേര് ഏതാ? ഇത് ഓൾഡ് ഏജ് അല്ലേ? ഇത്രയും പഠിച്ചാൽ 2 പേര് മറന്നു പോകും. ഇൻഫാന്റും ചൈൽഡും ഓൾഡ് ഏജും മറന്നു പോകാറില്ലേ? 50%. ആലേക്ക് 50 അങ്ങനെ വരാറില്ല. ആയിട്ട് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. റീവാലിഷ് കൊടുക്കണം. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആയിരിക്കും. ഓൾഡ് ഏജിൽ 50% വരുമോ? പക്ഷെ വരാറുണ്ട്. മറക്ക, ചോദ്യം വരുമ്പോ തെറ്റിക്കരുത്. എക്സാമിനോട് ചോദ്യം ചോദിക്കും. നൗ എത്ര ലിറ്റർ വരും? ബോഡി വെയിറ്റിന് ഇനി പഠിക്കാൻ പോകുന്ന കാര്യം, ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ലിറ്റർ ഉണ്ട് ബോഡി ഫ്ലൂയിഡ്? നൗ എത്ര ലിറ്റർ വരുന്നത്? ഒരു ഏകദേശം നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാ? നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്രയാ? ഒരു 70 kg എടുക്കുക. 70 kg ബോഡി വെയിറ്റ് ആണെങ്കിൽ മെയിലിലും എത്ര ഉണ്ടായിരിക്കും? ഒരാൾക്ക് 70 kg ആണ് ബോഡി വെയിറ്റ് ആണെങ്കിൽ എത്ര പെർസെന്റേജ് ഉണ്ട് ഫ്ലൂയിഡ് ബോഡി? ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ 70% ആണുള്ളത് ഫ്ലൂയിഡ്. എത്ര പെർസെന്റേജ് ഉണ്ടായിരിക്കും? ലിറ്റർ വാട്ടർ ഫ്ലൂയിഡ് ആവറേജ് എത്രയാണ്? അഡൽട്ടിൽ ആവറേജ് എത്ര ഉണ്ടായിരിക്കും? അഡൽട്ടിൽ ആവറേജ് ആണെങ്കിൽ 40 ലിറ്റർ ആണോ? ഒരു അഡൽട്ടിൽ ആവറേജ് ആണെങ്കിൽ ദ ബോഡി ഫ്ലൂയിഡ് 40 ലിറ്റർ ആണോ? അഡൽട്ടിൽ ആവറേജ് ആണെങ്കിൽ ദ ബോഡി ഫ്ലൂയിഡ് 40 ലിറ്റർ ആണോ? 40 ലിറ്റർ. കേരള PSC എക്സാം പ്രീവിയസ് പലർക്കും അറിയാം. 40 അല്ലേ? സാറേ എന്റെ വയറ്റിനകത്ത് 40 ലിറ്റർ കാണോ? പലരും ആലോചിക്കും, എന്റെ ബോഡിക്കകത്ത് എന്റെ വയറ്റിനകത്ത് 40 ലിറ്റർ കയറാൻ പറ്റൂടെ? വയറിനകത്ത് സാറ് 40 ലിറ്റർ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വരുന്നത് അല്ലേ? 40 ലിറ്റർ സാറ് വയറിനകത്ത് മാത്രം എവിടെ കാണും? സാർ വെറുതെ കള്ളം പറയരുത്. 40 ലിറ്റർ ഞാൻ ആകെ 50 kg ഉണ്ടെങ്കിൽ പോലും 40ഉം കാണില്ല, 30ഉം കാണില്ല. എവിടെ കാണട്ടെ? ഇപ്പോൾ ഈ ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ എവിടെ കാണുന്നത്? അടുത്ത പഠിക്കാൻ ഹെഡിങ് ആണ് ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായിട്ട് എവിടെ കാണും? കേരള PSC എക്സാം പല ചോദ്യം വരും. എപ്പോഴും ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും 2 കോമ്പൗണ്ട്സ് അല്ലേ? ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ബോഡിയിൽ 2 കോമ്പൗണ്ട്സ് നടക്കും. എവിടേക്ക് ഇരിക്കുക? എവിടേക്ക്? 2 മേജർ കോമ്പൗണ്ട്സ് എപ്പോഴും ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ 2 കമ്പാർട്ട്മെന്റ് എടുക്കുക. കോമ്പൗണ്ടിലേക്ക് 2 മേജർ കമ്പാർട്ട്മെന്റ്സിലാണ് എപ്പോഴും ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ ബോഡിയിൽ നടക്കുന്നത്. എവിടെയൊക്കെയാ? ECF ആൻഡ് ICF അല്ലേ? ICF ആണ് ICF ആണ് അവിടെ? ICF ECF അയ്യോ സാറേ, എവിടെ പണ്ട് കോളേജിൽ പഠിച്ചപ്പോ എവിടെ പഠിച്ച ഓർമ്മയുണ്ടോ? കോളേജിൽ പഠിച്ചപ്പോൾ എവിടെയെങ്കിലും പഠിച്ച ഓർമ്മയുണ്ടോ? ICF ECF അവിടെ എല്ലാ സബ്ജക്റ്റും തിരിഞ്ഞു കേട്ടോ. എല്ലാ സബ്ജക്റ്റും കംപ്ലീറ്റ് ആവും. മെസ്സേജ് സാർ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആവോ? കംപ്ലീറ്റ് ആവോ? കംപ്ലീറ്റ് ആവോ? കംപ്ലീറ്റ് ആവോ? കംപ്ലീറ്റ് ആകുമോ? കംപ്ലീറ്റ് ആകും. ആകും. നിങ്ങൾ
ഒന്ന് ചിന്തിച്ചറിയാം, ഒന്ന് ചിന്തിച്ചാൽ അറിയാം. ഞാൻ ഈ പറഞ്ഞ സെല്ലും ടിഷ്യൂവും എപ്പിത്തീലിയവും ഒന്നും പഠിപ്പിക്കാതെ ചാടിക്കേറി ആദ്യമേ കുറെ സിസ്റ്റം പഠിപ്പിച്ച് കംപ്ലീറ്റ് ആവാറില്ലേ? സിസ്റ്റംസ് മാത്രം പഠിപ്പിച്ചാൽ ഇതിലെ കംപ്ലീറ്റ് ആവും അല്ലേ? സിസ്റ്റംസ് മാത്രം, ഫസ്റ്റ് വൺ ഈസ് ഫൗണ്ടേഷൻ, കാർഡിയോവാസ്കുലർ, പീഡിയാട്രിക് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റം മാത്രം പഠിപ്പിച്ചാൽ നിങ്ങളെ സന്തോഷിച്ചൂടെ? നിങ്ങളുടെ മനസ്സിനെ ഹാപ്പി ആക്കി വിടാം. പക്ഷെ ഇത്രയും പഠിപ്പിച്ച കാര്യം പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യമെല്ലാം അതിനകത്ത് പഠിക്കും, അതിനകത്ത് ഡീറ്റെയിൽ പഠിക്കും. പഠിക്കുന്നവർക്കറിയാം, പഠിക്കുന്നവർക്കറിയാം. പഠിക്കുമോ? ഓരോ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഇട്ട് അത് മാത്രം പഠിപ്പിച്ചാൽ പഠിക്കുമോ? ഓരോ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഇട്ട് അത് മാത്രം പഠിപ്പിച്ചാൽ പഠിക്കുമോ? ചോദ്യം ഇതാണ്. ഓരോ സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഇട്ട് അത് മാത്രം പഠിപ്പിച്ചാൽ പഠിക്കുമോ? ഇല്ല. പഠിക്കേണ്ടത് ഞാൻ ബേസിക്സ് ഓഫ് നേഴ്സിംഗ് അതുപോലെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് ചോദ്യം എടുത്തുള്ളൂ. സിസ്റ്റംസ് 2 മാസം മതി, പക്ഷെ ബേസിക്സ് അവിടെ പഠിക്കുമോ നിങ്ങള്? സിസ്റ്റംസ് അത് മാത്രം മതി, പക്ഷെ ബേസിക്സ് പഠിക്കുമോ? 2 മാസം കൊണ്ട് സിസ്റ്റം പഠിക്കാം, പക്ഷെ ബേസിക്സ് പഠിക്കൂ? ഇല്ല. ബേസിക്സ് ഒരു കുഞ്ഞും പഠിക്കില്ല. നിങ്ങൾ പഠിക്കില്ല, എനിക്കറിയാം. ഞാൻ ഈ പഠിപ്പിച്ചെല്ലാം നിങ്ങൾ വേറെ പഠിക്കോ? ഞാൻ ഈ പഠിപ്പിച്ചെല്ലാം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കോ? ഇല്ല. ഇത്ര ഡീറ്റെയിൽഡ് ഒരിടത്തും പഠിക്കില്ല. നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. ശരിയല്ലേ? എനിക്കും അറിയാം, നിങ്ങൾക്കറിയാം. ഇതിനകത്ത് ടീച്ചിങ് പോകുന്ന ആൾക്കാർക്കറിയാമല്ലോ, ഇത് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അറിയാത്ത അല്ലെ? നിങ്ങൾ ആരെങ്കിലും കൊണ്ടോ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലും ഉണ്ടോ? കോളേജിൽ പഠിപ്പിക്കാൻ ആരെങ്കിലും? അത് പറഞ്ഞേട്ടെ. ഈ പഠിപ്പിക്കുന്നതെല്ലാം സിസ്റ്റം പഠിക്കും, സിസ്റ്റത്തിനകത്ത് സെപ്പറേറ്റ് പഠിക്കില്ലല്ലോ. ഈ പഠിപ്പിക്കുന്ന കാര്യമല്ല സിസ്റ്റത്തിനകത്ത് സെപ്പറേറ്റ് പഠിക്കും ഇല്ലല്ലോ. സിസ്റ്റംസിനകത്ത് സെപ്പറേറ്റ് പഠിക്കില്ലല്ലോ. സിസ്റ്റംസിനകത്ത് ഒന്നും തന്നെ നിങ്ങൾ പഠിക്കാത്ത കാര്യമല്ലേ പറയുന്നത്. അത് അതുപോലെ പഠിച്ചെടുക്കുക, അത് അതുപോലെ തന്നെ പഠിച്ച ചോദ്യം വരും. സോ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും പഠിക്കില്ലല്ലോ. രാഗി ഗോപാലകൃഷ്ണൻ, താങ്കൾ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ? താങ്കൾ അസിസ്റ്റന്റ് പ്രൊഫസർ രാഗി താങ്കൾ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ? ഇതിനകത്തുള്ള ആൾക്കാർ ഇത് JPHനും എന്താണ് DMAക്കും എല്ലാം പഠിച്ച ആൾക്കാരാണ്. താങ്കൾക്ക് അറിയാവുന്നത് പോലെ ഇവർക്ക് അറിഞ്ഞുകൂടാന്നിരിക്കാം. ഇത്രയും പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ പറഞ്ഞ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇല്ല. ശരിയല്ലേ? പഠിക്കില്ലല്ലോ, ഞാൻ പഠിക്കില്ല. ഇല്ല. അപ്പൊ പ്രധാനമായിട്ടും ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ 2 കമ്പാർട്ട്മെന്റ്സ് ഉള്ള അല്ലെ? ഫസ്റ്റ് വൺ ഈസ് ഇൻട്രാ സെല്ലുലാർ സ്പേസും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസും. പ്രധാനമായിട്ടും ബോഡിക്കകത്ത് 2 മേജർ കമ്പാർട്ട്മെന്റ്സിലാണ് ഫ്ലൂയിഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. പക്ഷേ ഇൻട്രാ സെല്ലുലാർ സ്പേസും എക്സ്ട്രാ സെല്ലുലാർ സ്പേസും 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? ചോദ്യം വരുന്ന സ്ഥലമാണ്. ഇൻട്രാ സെല്ലുലാറും എക്സ്ട്രാ സെല്ലുലാർ എപ്പോഴും കേരള PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ്. കാരണമുണ്ട്. ഇൻട്രാ സെല്ലുലാർ എന്ന് പറയുമ്പോൾ ഇത് എവിടെ നടക്കുന്ന? ഇൻട്രാ സെല്ലുലാർ സ്പേസ് എന്ന് പറയുമ്പോൾ എവിടെ ഉള്ളത്? അതാ ചോദ്യം. എവിടെ ഉള്ളത്? ഫ്ലൂയിഡ് വിത്തിൻ ദ ബോഡി സെൽസ്. നമ്മുടെ ബോഡിയുടെ ബേസിക് സ്ട്രക്ചർ എന്താ? ബോഡിയുടെ ബേസിക് സ്ട്രക്ചർ എന്താ? സെൽസ് ആണോ? സ്ട്രക്ചറൽ യൂണിറ്റ് സെൽസ് അല്ലേ? ഹാർട്ട് എടുത്താലും സ്കിൻ എടുത്താലും നെയിൽസ് എടുത്താലും ഓർഗൻസ് എടുത്താലും ബോൺസ് എടുത്താലും ബ്ലഡ് എടുത്താലും എന്താ എടുത്താലും ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് എന്താ? ഹാർട്ടായാലും ബോണായാലും സെൽസ് ആയാലും എന്താ സെല്ലുണ്ടല്ലേ? അല്ലെ? സ്കിന്നായാലും സെല്ലുണ്ടല്ലേ? നെയിലായാലും എല്ലാം സെല്ലല്ലേ? കുറെ സെല്ല് ചേർന്നല്ലേ? കുറെ സെൽസ് ചേർന്നല്ലേ? അപ്പോ ആ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? സെൽസിനകത്തുള്ള ഫ്ലൂയിഡിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലേ?
സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? എക്സാം പാസ്സാകുമ്പോഴേ എനിക്ക് കുറച്ച് പേന വാങ്ങിച്ചിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എക്സാം പാസ്സായ ശേഷം എനിക്ക് കുറച്ച് പെൻസ് വാങ്ങിച്ചിരുന്നു. പെൻസ് വാങ്ങിച്ചിരുമോ? പേന 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 വാങ്ങിച്ചിരുമോ എനിക്ക്? പാസ്സായ ശേഷം കുറച്ച് പേന, ആ പേന കൊണ്ടായിരിക്കും അടുത്ത വരാൻ പോകുന്ന ആൾക്കാർ പെടുന്നത് കേട്ടോ. ആ പെൻസ് കൊണ്ടായിരിക്കും അടുത്ത. എനിക്ക് പേന ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ പെൻസിൽ, പേന 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 ഫുൾ ബോക്സ് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് എപ്പോഴും എന്താ പേനയില്ലേ ഇങ്ങനെ, അത് പണ്ട് പഠിക്കുമ്പോ ഏത് സിനിമ അറിയുമോ? ഏതോ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ ആക്കരുത്. അറിയാൻ പറഞ്ഞില്ലേ? സാറ് അപ്പുറം സ്ലോട്ടിൽ അവൈലബിൾ ആണ്? ഇല്ല ഇല്ല, ഇപ്പൊ എക്സാം ഡേറ്റ് മുമ്പേ തന്നെ ഈ പറഞ്ഞ ലിസ്റ്റ് കൊടുക്കുന്നേ. എക്സാം ഡേറ്റ് മുമ്പേ തന്നെ സാറ് ആ പറഞ്ഞിട്ട് എസ് 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 ഇല്ല, കിട്ടി കിട്ടി കിട്ടി. ഇല്ല ഇല്ല ഇല്ല, ഇനി ഫാർമക്കോളജി കിട്ടാണ് സാർ. ഇല്ല സാർ, ഞാൻ നാളെ ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരും. സാറ് ലിസ്റ്റ് കൊടുത്തേക്കണേ, ലിസ്റ്റ്. ആ ഫാർമക്കോളജി നോട്ട്സ് അല്ലേ ഫുൾ കൊടുത്തേക്കണേ. ആ ഫാർമക്കോളജിയും ഈ പറഞ്ഞ എന്താണ് നെർവ് സിസ്റ്റത്തിന്റെ കാര്യമില്ലേ, സെൻട്രൽ നെർവ് സിസ്റ്റം കൂടെ ഫുൾ ഒന്ന് അറേഞ്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ് യെസ്, മാക്സിമം മാക്സിമം നോക്കണേ. അല്ലല്ല, ഇപ്പൊ എക്സാം ഡേറ്റ് ഒന്നല്ലോ, ഇപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ സീരീസ് നോക്കണം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തേ, സ്റ്റാർട്ട് ചെയ്തേ. സോറി 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 സോറി, ഒരു കോള് വന്നു. സോറി ഒരു കോള് വന്നു. സോ നമ്മുടെ ബോഡിയുടെ ബേസ് സ്ട്രക്ചർ എന്താ? ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്താ? സെൽ അല്ലേ. ഹാർട്ട് ആയാലും സ്കിൻ ആയാലും നെയിൽസ് ആയാലും ഓർഗൻസ് ആയാലും ബോൺ എടുത്താലും ബ്ലഡ് എടുത്താലും എല്ലാം സെല്ല് കൊണ്ടാ ഉണ്ടെങ്കിൽ ശരി, സെല്ല് എന്നല്ലേ.
ആ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ് എന്താ? ആ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ബോഡിക്കകത്തുള്ള സെല്ലുകൾക്കകത്തുള്ള ഫ്ലൂയിഡിനെ, ബോഡിക്കകത്തുള്ള സെല്ലുകൾക്കകത്തുള്ള ഫ്ലൂയിഡിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലേ? അല്ലേ? ബോഡിക്കകത്ത് സെല്ലിനകത്ത് ഉള്ള ഫ്ലൂയിഡ്. ഇൻട്രാ സിമ്പിൾ അല്ലേ? ബോഡിക്കകത്ത് സെല്ലുണ്ട്. ഹാർട്ടായാലും മസിൽസ് ആയാലും നെയിൽസ് ആയാലും സ്കിൻ ആയാലും ഓർഗൻസ് ആയാലും ബോൺ ആയാലും സെല്ലില്ലേ? സെല്ലുണ്ടോ ഇല്ലേ? സെല്ലുണ്ടോ ഇല്ലേ? ഉണ്ട് ഉണ്ട്. അതിനകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാ? അതിനകത്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ പറയുന്ന പേരെന്താ? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലേ? സെല്ലുലാർ ഫ്ലൂയിഡ് എത്ര ശതമാനം ഉണ്ട്? ഈ പറഞ്ഞ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എത്ര ശതമാനം കവർ ചെയ്യും? അപ്രോക്സിമേറ്റ്ലി ടോട്ടൽ ബോഡിയുടെ എത്ര ശതമാനം? The 2/3 അല്ലേ? ടോട്ടൽ ബോഡി ഫ്ലൂയിഡിന്റെ the 2/3% കവർ ചെയ്യും. The 2/3 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ടോട്ടൽ ബോഡിയുടെ the 2/3 എന്ന് പറയുന്നത് ഈ പറഞ്ഞ ICF ആണെന്ന് പറയുന്നു. ബോഡിയുടെ the 2/3 എന്ന് പറയുന്ന ICF എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഇന്ന് മൊത്തത്തിൽ ലേശം 40 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര ഇരിക്കും. 2/3 അപ്രോക്സിമേറ്റ്ലി 40 ലിറ്ററോളം ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ശതമാനമായിരിക്കും? എത്ര ശതമാനമായിരിക്കും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്? 40 ലിറ്റർ ബോഡി ഉണ്ടെങ്കിൽ 40 ലിറ്റർ ബോഡിയിൽ ഉണ്ടെങ്കിൽ 2/3 എത്രയാ? 40 ലിറ്ററോളം ഈ പറഞ്ഞ ബോഡിയിൽ ഉണ്ടെങ്കിൽ 2/3 എത്രയായിരിക്കും ഇവിടെ? പറഞ്ഞേ ആലോചിച്ച് പറയാ. അപ്രോക്സിമേറ്റ്ലി ഒരു 28-32 അല്ലേ? അപ്രോക്സിമേറ്റ്ലി 28-32 വരെ അല്ലേ? എക്സാക്ട് എമൗണ്ട് ചോദിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം എക്സാക്ട് എമൗണ്ട് എക്സാമിന് ചോദിക്കില്ല. പക്ഷെ ചോദിക്കുന്ന കാര്യം 2/3 ചോദിക്കും. പക്ഷെ എക്സാക്ട് എമൗണ്ട് ചോദിക്കില്ല. ടോട്ടൽ ബോഡി ഫ്ലൂയിഡ് എത്രയും ചോദിക്കും. അല്ലെങ്കിൽ ഇത് വെയിറ്റ് ചോദിക്കാറുണ്ട്. ചോദിക്കട്ടോ? പക്ഷെ ഇത് എത്രയും ചോദിക്കാറില്ല. അപ്പം ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്? ചോദ്യം വരും. ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉള്ളത്? അതാ ചോദ്യം. ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉള്ളത്? 40% അല്ലേ? ഒരാളുടെ മൊത്തം ബോഡി വെയിറ്റിൽ 40% ഇപ്പൊ ആരാ? ഒരാളുടെ മൊത്തം ബോഡി വെയിറ്റ്, മൊത്തം ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ 40% ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. ക്ലിയർ ആയോ? ഇത്രയും ഓരോ കാര്യം സ്റ്റോപ്പ് ചെയ്ത് പറ. ക്ലിയർ ആയല്ലോ? യെസ് ഓർ നോ പറഞ്ഞേ. ക്ലിയർ ആയി? ക്ലിയർ ആയല്ലോ? യെസ്. ഒരു മിനിറ്റ്, എന്റെ ഫോൺ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ കണ്ട ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്തുള്ള മേജർ കാറ്റയോണെന്നും ആനയോണെന്നും ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്തുള്ള മേജർ കാറ്റയോൺ എന്നും ആനയോണെന്നും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്തുള്ള മേജർ കാറ്റയോണെന്നും ആനയോണെന്നും കണ്ടിട്ടുണ്ടോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് ഞാൻ ഓരോ ടോപ്പിക് പഠിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാം എടുത്ത് വെക്കാറുണ്ട്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്തുള്ള മേജർ കാറ്റയോണെന്നും ഇൻട്രാ സെല്ലുലാർ മേജർ ആനയോണെന്നും എക്സ്ട്രാ സെല്ലുലാർ മേജർ കാറ്റയോണെന്നും എക്സ്ട്രാ സെല്ലുലാർ മേജർ ആനയോണെന്നും 4 ചോദ്യങ്ങൾ വ്യത്യസ്തമായിട്ട് പല എക്സാമും കാണാറുണ്ടോ? ഉണ്ട്. പക്ഷെ തെറ്റിപ്പോറില്ലേ? കാരണം പേരുകൾ ഒരുപോലെ വരുന്നതുകൊണ്ട് തെറ്റിപ്പോറുണ്ടോ? ഉണ്ട്. തെറ്റിക്കരുത്. നോക്കാം. നോക്കാമോ? 10:11 11:11 11:11
ഇനി അങ്ങോട്ടുള്ള ഉറങ്ങും. എന്റെ കഴിഞ്ഞ DH ആൾക്കാർക്ക് അറിയാം. 6 മുമ്പേ ഈ പറഞ്ഞ രാത്രി 1 മണിക്ക് അറ്റൻഡ് ക്ലാസ്, രാത്രി 1 മണിക്ക് അറ്റൻഡ് ക്ലാസ് കഴിഞ്ഞ DHS DME ഒക്കെ പണ്ട്. ആരെങ്കിലും 1 മണി 2 മണിയൊക്കെ ഉണ്ടായിരിക്കും, ആരെങ്കിലും ഉണ്ടായിരിക്കും അത്. ഇത് പുതിയ അല്ലാത്ത ആരെങ്കിലും പഴയ ആൾക്കാരുണ്ട് അറിയായിരിക്കും, പഴയ ആൾക്കാർക്ക് അറിയായിരിക്കും. ഉണ്ട് 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 ഉണ്ട്. അപ്പോ ഉണ്ട്. ആരും ഇത്രയും ഉണ്ട്. ആരും ഓർമ്മയുണ്ടോ? ആര്യക്ക് ഓർമ്മയുണ്ടോ? 2 മണിക്കൊക്കെ, 2 മണി രാവിലെ 4 മണിക്കൊക്കെ, രാവിലെ 4 മണി 2 മണി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പൊ ഇത് മൊത്തം ബോഡി ഫ്ലൂയിഡിന്റെ 40% ആരാ? ശാലിനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, മറക്കില്ല ഇനി അല്ലേ? മൊത്തം ബോഡി ഫ്ലൂയിഡ് 40% ആരാ? ഇൻട്രാ സെല്ലുലർ ആണ്, ഇൻട്രാ സെല്ലുലർ ആണ്, ഇൻട്രാ സെല്ലുലർ. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതൊരു പഠിച്ചിട്ടേ വരാം കേട്ടോ. ശരിയല്ലേ? ഇതുവരെയുള്ള ഇനി ആരും പെൻഡിങ്ങോ? ഇതുവരെ പഠിപ്പിച്ച ആരും ഇനി പെൻഡിങ് ഇടരുത്. ഇതുവരെ പഠിപ്പിച്ച കാര്യം ആർക്കെങ്കിലും റെക്കോർഡിങ്സ് വേണമെങ്കിൽ പറയുക, അയച്ചു തരാം. ശരിയല്ലേ? എന്ന് മെസ്സേജ് അയക്കാറാണ് ഞാൻ. ചോദ്യം വരും. ICF-നകത്ത് കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അയോൺ ഏതാ? ICF-നകത്ത് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്ത് കാണപ്പെടുന്ന മേജർ ആയിട്ടുള്ള അയോണിന്റെ പേരെന്താ? ഏതാ? പൊട്ടാസ്യം ആണോ, കാൽഷ്യം ആണോ, മഗ്നീഷ്യം ആണോ, സൾഫേറ്റ് ആണോ, ക്ലോറിൻ? എന്താ? ICF കാണപ്പെടുന്ന മേജർ അയോൺ ഏതാ? പൊട്ടാസ്യം അല്ലേ? പൊട്ടാസ്യം അല്ലേ? അത് വീണ്ടും ചോദ്യം വരും, ആനയോൺ ആണോ കാറ്റയോൺ ആണോ? ഞാൻ അയോണിനെ ചോദിച്ചു ഫസ്റ്റ്. രണ്ടാം ചോദിക്കുകയാണ് കാറ്റയോൺ ആണോ ആനയാണോ? ICF-ൽ കാണപ്പെടുന്ന മേജർ കാറ്റയോണിന്റെ പേരെന്താ? പൊട്ടാസ്യം അല്ലേ? ICF-ൽ കാണപ്പെടുന്ന മേജർ കാറ്റയോണിന്റെ പേരെന്താ? പൊട്ടാസ്യം. ഇതിനകത്ത് വേറെ ഡിവിഷൻ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡിവിഷൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ICF-നകത്ത് ഡിവിഷൻ ഉണ്ടോ? ICF-നകത്ത് വേറെ ഡിവിഷൻ ഉണ്ടോ? ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനകത്ത് വേറെ ഡിവിഷൻ ഉണ്ടോ? ഉണ്ടോ? പറഞ്ഞേ വേറെ ഡിവിഷൻ ഉണ്ടോ? വേറെ ഡിവിഷൻ ഉണ്ടോ? ആനയോ? ഏതാ? ICF-ൽ കാണപ്പെടുന്ന ആനയോ ഏതാ? ആനയോൺ എന്ന് പറയുമ്പോഴേ അത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? ആനയോൺ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? ആനയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? ആനയോൺ പറഞ്ഞേ. ആനയോൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കാറ്റയോൺ അല്ലേ ഇത് പോസിറ്റീവ്? കാറ്റയോൺ അല്ലേ പോസിറ്റീവ്? കാറ്റയോൺ അല്ലേ പോസിറ്റീവ്? ആനയോൺ നെഗറ്റീവ് അല്ലേ? ആനയോൺ നെഗറ്റീവ് അല്ലേ? കാറ്റയോൺ പോസിറ്റീവും ആനയോൺ നെഗറ്റീവും അല്ലേ? ശ്രദ്ധിച്ചേക്കടെ, കാറ്റയോൺ പോസിറ്റീവ് ചാർജ് അല്ലേ? കാറ്റയോൺ പോസിറ്റീവ് അല്ലേ? കാറ്റയോൺസ് പോസിറ്റീവ് ആണ്, ആനയോൺസ് നെഗറ്റീവ് ആണ്. സോ ICF-നകത്ത് കാണപ്പെടുന്ന മേജർ ആരാ? ഞാൻ ആരെ പേര് പറഞ്ഞു? ICF-നകത്ത് മേജർ പൊട്ടാസ്യം പറഞ്ഞു. ഫസ്റ്റ് പൊട്ടാസ്യം അല്ലേ? സെക്കൻഡ് ഉണ്ട് സോഡിയം ഉണ്ടോ? സെക്കൻഡ് ആയിട്ട് സോഡിയം ഉണ്ടോ? ICF-നകത്ത് കാണപ്പെടുന്ന സെക്കൻഡ് മേജർ കോമ്പൗണ്ട് ആരാ? സോഡിയം പൊട്ടാസ്യം രണ്ടും ഉണ്ടല്ലേ? സോഡിയം പൊട്ടാസ്യം രണ്ടുമില്ലേ? ഉണ്ടോടെ? സോഡിയം പൊട്ടാസ്യം രണ്ടുണ്ടോ? ICF-ൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2 പേര് ഏതൊക്കെയാ? സോഡിയം പൊട്ടാസ്യവുമാണ്. മറക്കില്ലല്ലോ? മറക്കും ഇല്ല, 2 മറക്കല്ല കേട്ടോ. അതിലും സോഡിയം പൊട്ടാസ്യം ഏം ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം കേട്ടോ. സോഡിയം പൊട്ടാസ്യത്തിനകത്ത് ഏം ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം. ഇനി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്താ? എക്സ്ട്രാ എന്താ? ഇനി അങ്ങോട്ടൊരു ക്ലാസ് ഇല്ലേ? ഇനി അങ്ങോട്ട് ക്ലാസ് സമയത്ത് എല്ലാവരും വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഉറങ്ങാൻ കിടക്കും പഠിക്കാൻ വരും.
വീട്ടിൽ ആവശ്യമുള്ള കുട്ടികൾക്കും എല്ലാം ഫുഡ് കൊടുത്തിട്ട്, കുട്ടികൾക്കും ഹസ്ബൻഡിനും അച്ഛനും അമ്മയ്ക്കും എല്ലാം ഫുഡും കൊടുത്തിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടക്കും, ക്ലാസ് വരും. ജോലി കംപ്ലീറ്റ് ചെയ്യണം. ജോലി കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം ഇതുണ്ടോ, നിങ്ങളുടെ ഫുൾ ജോലി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ശേഷം വരും. ഇന്ന് ഞാൻ 10:30 ആക്കി, അതുപോലെ മതിയോ? 10:30 മതിയോ? 10:30 മതിയോ? കാരണം ഇടയ്ക്ക് പോയി ഫുഡ് കൊടുക്കാൻ പോവുകയും കുട്ടികളെ വിളിക്കാൻ പോവുകയും ശരിയാവോ? എല്ലാവരെയും ഉറക്കി കിടത്തിയിട്ട് ഉറക്കുക, ഉറക്കും കേട്ടോ, ഉറക്കും. ഇപ്പൊ ഹസ്ബൻഡിനെ ഉറക്കണമെങ്കിൽ നാളെ തൊട്ട് കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിക്കട്ടോ. അടുത്ത 1 മാസത്തേക്ക് വേണ്ടി ഒരു 30 സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചിരിക്കുക. ഫുഡിന്റെ കൂടെ കലർത്തി കൊടുക്കുക. ഫുഡിന്റെ കൂടെ നന്നായിട്ട് ഫുഡിന് കുഴച്ച് കൊടുക്കുക. സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും. ഇതുണ്ടോ? ആരെങ്കിലും ഇരുന്നുണ്ടോ? സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ച് എന്ത് ചെയ്യുക? 30 വാങ്ങിച്ചേക്കുക. അടുത്ത 1 മാസത്തേക്ക് 30 വാങ്ങിച്ച ശേഷം അത് ഹോസ്പിറ്റൽ എടുക്കുക. ഹോസ്പിറ്റലിൽ എടുത്ത് എന്ത് ചെയ്യുക? ചോറിന്റെ കൂടെ ഒരു 9 മണിയാകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സുഖമായി ഉറങ്ങിക്കോളും. അങ്ങ് ഉറങ്ങും. പഠിക്കുക. അതേ ഉള്ളൂ. അത് ചോദിക്കില്ലേ, കഴിഞ്ഞില്ലേ, നിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ, നിനക്ക് ഉറങ്ങാറായില്ലേ, ആ ജോലിക്ക് പോണ്ടേ, എഴുന്നേൽക്കണ്ട രാവിലെ. ശരിയല്ലേ? സത്യമല്ലേ ഇതൊക്കെ? എക്സാക്ട് വാക്കുകൾ ഇതൊക്കെ. നിന്റെ ക്ലാസ് കഴിഞ്ഞില്ലേ, നിനക്ക് ഉറങ്ങണ്ടേ, രാവിലെ ജോലിക്ക് പോകേണ്ടതല്ലേ, എഴുന്നേൽക്കണ്ടല്ലേ? ചോദ്യങ്ങൾ വരുമല്ലേ? മിണ്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് കളി കൊടുക്കും കേട്ടോ. നാളെ തൊട്ട് മിണ്ടരുത്. കൊടുക്കുക. കൊടുക്കുവാണെങ്കിലേ കൊടുക്കോ. ഒന്ന് കൊടുത്തു കേട്ടോ, ഒന്നി കൂടുതൽ കേട്ടോ. പിന്നെ സ്നേഹമുള്ള ആളെന്ത് ചെയ്യുന്നറിയുമോ? സ്നേഹമുള്ള ഹസ്ബൻഡായാലും വൈഫായാലും ആ കഴിക്കുന്ന ഫുഡിന്റെ പകുതി കൊടുത്തരും. കഴിക്കും, നീ കൂടെ കഴിക്കും, ഞാൻ കഴിക്കുന്നില്ല, കഴിക്കുവാണെങ്കിൽ നിങ്ങൾ ഉറങ്ങോട്ടെ, നിങ്ങൾ ഉറങ്ങിപ്പോ. സ്നേഹമുള്ള ഹസ്ബൻഡ് എന്തെന്നറിയാമോ? ശകലം നീ കൊടുത്തരും. അത് കണ്ടോ ആരെങ്കിലും വീട്ടില്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടില്ല. ഉണ്ടോ ആരെങ്കിലും അങ്ങനെയൊക്കെ? ഉണ്ടോ? ഉണ്ട്. കള്ളമായാൽ പോലും ഉണ്ടല്ലേ. വാരിത്തരും. എക്സാം പാസ്സായി അപ്പോയിന്റ്മെന്റ് കിട്ടിയ സമയത്ത് ചോറ് വാരിത്തരും, ചോറ് ഉണ്ടാക്കി തരും, ചോറ് വിളമ്പിത്തരും, ചോറ് പാത്രത്തിലാക്കി തരും. ശരിയല്ലേ? എക്സാം പാസ്സുമ്പോഴേക്കും ചോറ് ഉണ്ടാക്കും, ചോറ് വിളമ്പിത്തരും, സദ്യ ഉണ്ടാക്കും, ചോറ് പാത്രത്തിലാക്കി തന്നു വിടും. ഇപ്പൊ എല്ലാം കാണുന്നുണ്ട്. വാരിത്തരില്ല. ശരി. അപ്പൊ ടോട്ടൽ ബോഡി ഫ്ലൂയിഡിന്റെ 40%. ടോട്ടൽ ബോഡി ഫ്ലൂയിഡിന്റെ 40% ആരാ? ഇന്റർ ആണോ എക്സ്ട്രാ ആണോ? ടോട്ടൽ ബോഡി ഫ്ലൂയിഡിന്റെ 40% ആരാ? ഇന്റർ ആണോ എക്സ്ട്രാ ആണോ? 40% ആരാ? ഐസി. അതേ ബോഡിയുടെ ഇന്ന് 2/3 ആരാ? ബോഡിയുടെ 2/3 ആരാ? ഐസി. അതേ ബോഡിയുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 40% ആരാ? ICF. ആ ICFിലുള്ള മേജർ കാറ്റയോൺ ആരാ? ICFിനകത്തുള്ള മേജർ കാറ്റയോൺ ആരാ? പൊട്ടാസ്യം. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയി? പൊട്ടാസ്യം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരാ? പൊട്ടാസ്യം കഴിഞ്ഞ് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സോഡിയം ഉണ്ടോ? ഉണ്ട്. മറക്കരുത്. പൊട്ടാസ്യം കഴിഞ്ഞാൽ സെക്കൻഡ് ആരാ? സോഡിയം. സോ നെക്സ്റ്റ് കിട്ടും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്, ECF പ്രൊഡക്ട് സെല്ലിനകത്തോ പുറത്താണോ? ECF എപ്പോഴും സെല്ലിനകത്താണോ പുറത്താണോ? ECF സെല്ലിനകത്ത് പുറത്താണോ? ഇനി അങ്ങോട്ട് ഓരോ ക്ലാസ് കഴിഞ്ഞ ശേഷം ക്ലാസ് നോട്ടിന്റെ കൂടെ ഞാൻ എഴുതി നോട്ടേഷൻ കേട്ടോ. ക്ലാസ് നോട്ടിന്റെ കൂടെ തന്നെ ഞാൻ എഴുതി നോട്ടില്ലേ, എന്റെ കൈയക്ഷരം വായിക്കാൻ പറ്റുമോ? ഇത് എഴുതിയാൻ പറ്റുമോ? അത് വായിക്കാൻ പറ്റുമെന്ന് എഴുതി പറ്റുമിറങ്ങില്ല. രാവിലെ എഴുതിയ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് എഴുതി 7 മണിയായപ്പോ ഇമ്പോർട്ടന്റ് പോയിന്റ് എല്ലാം കമ്മ്യൂണിക്കേബിൾ നോൺ കൺവേഴ്സൺ. അതുപോലെ ഇനി അങ്ങോട്ട് എല്ലാ സിസ്റ്റം പഠിക്കുമ്പോഴും ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഉള്ള പോയിന്റ്സ് എല്ലാം എഴുതരും, പഠിക്കുക.
കഷ്ടപ്പെട്ട് പഠിക്കുന്നില്ല. പഠിക്കുമായിരിക്കും. സെല്ലിന് പുറത്തുള്ള എല്ലാ ഫ്ലൂയിഡിനെയും കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? സെല്ലിന് പുറത്തുള്ള എല്ലാ ഫ്ലൂയിഡിനെയും കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? എക്സ്ട്രാ സെല്ലുലർ. സെൽ എക്സ്ട്രാ എത്ര ശതമാനമുണ്ട്? സെല്ലുള്ള ഫ്ലൂയിഡ് മൊത്തത്തിന് എത്ര ശതമാനമുണ്ട്? എത്ര ശതമാനമുണ്ടോ? 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 മറ്റേത് എത്ര ശതമാനം? ഇത് ട്യൂബേറ്റർ അല്ലേ? ഇത് ട്യൂബേറ്റർ അല്ലേ? ട്യൂബേറ്റർ അല്ലേ? അല്ലേ? ഇവിടെ എത്ര ഇരിക്കും? ഇത് 1/3 അല്ലേ? ഇവിടെ എത്രയാ? അപ്രോക്സിമലി 1/3. മറ്റേതാണ് ഇൻട്ര ആണെങ്കിൽ ഇത് 2/3 ആണെങ്കിൽ ഇവിടെ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 1/3 അല്ലേ? ടോട്ടൽ ബോഡി വെയിറ്റ് അപ്രോക്സിമറ്റ്ലി 14 മുതൽ 15 ലിറ്റർ വരെ. ടോട്ടൽ ബോഡി വെയിറ്റ് അപ്രോക്സിമറ്റ്ലി 14 മുതൽ 15 ലിറ്റർ വരെ എപ്പോഴും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്. ഇതിനകത്ത് ഒരു ചോദ്യമുണ്ട്. ഇതിനകത്ത് കേരള PSC എക്സാമിൽ ഒരു ചോദ്യമുണ്ട്. ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും തമ്മിലുള്ള റേഷ്യോ കേരള PSC എക്സാമിന് ചോദിക്കും. ആർക്ക് മനസ്സിലായി? 2:1 മനസ്സിലായി. 2:1 പറയാൻ കാരണം എന്താടേ? നിങ്ങൾ എത്രയും പറഞ്ഞിട്ട് വായിച്ചു നോക്കി. 2:1 പറയാൻ കാരണം എന്താ? പറഞ്ഞ 2/3 1/3 ആണേ. 2/3 1/3 വെച്ചല്ലേ? 2/3 1/3 അല്ലേ? ശരിയല്ലേ? പക്ഷെ അന്ന് പഠിച്ചവർക്ക് ആർക്കും ഇത് ഉത്തരം കിട്ടിയില്ല. കാരണം അറിയില്ല. ICF ECF 2:1 റേഷ്യോ അന്ന് ആർക്കും മനസ്സിലായി. കാരണം എന്താ? ഇത് പഠിച്ചില്ല. ഫസ്റ്റ് എന്താണോ ഫുൾ പഠിക്കേണ്ടത് പഠിച്ചതാരും. സെല്ലിന് പുറത്തുള്ള എല്ലാ ഫ്ലൂയിഡിനെയും ചേർത്ത് പറഞ്ഞ പേരെന്താ? സെല്ലിന് പുറത്തുള്ള എല്ലാ ഫ്ലൂയിഡിനും പറഞ്ഞ പേരെന്താ? ഇൻട്ര എക്സ്ട്രാ ആണോ? ECF. അപ്പൊ ഇത് 2:1 റേഷ്യോ എന്ന് പറയുമ്പോൾ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ് അത് ഇരട്ടിയാവുകയാണോ? 2:1 റേഷ്യോ എന്ന് പറയുമ്പോൾ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ് ഇരട്ടിയാവുകയാണോ? ഇരട്ടിയാകുകയല്ലേ? 2:1 റേഷ്യോ എന്ന് പറയുമ്പോൾ സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ് എപ്പോഴും ഇരട്ടിയാകുകയാണ് ചെയ്തല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബോഡി വെയിറ്റ് എത്ര പെർസെന്റേജ് ഉണ്ട്? എക്സ്ട്രാ എത്രയുണ്ട്? എക്സ്ട്രാ സെൽ എത്ര ഉണ്ടായിരിക്കും? 20%. ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 20% എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലേ? അല്ലേ? അല്ലേടേ? അല്ലേ? ഞാൻ നേരത്തെ മുൻകൂട്ടി കാര്യം പറഞ്ഞു. ഈ സോഡിയം കാര്യമില്ലേ? നിങ്ങൾ സ്ക്രീനിൽ കാണപ്പെടുന്ന സോഡിയം ഞാൻ മുൻകൂട്ടി പറഞ്ഞില്ലേ? എക്സ്ട്രാ സെല്ലിനകത്ത് കാണപ്പെടുന്ന മേജർ കാറ്റഗറി സോഡിയമാണ് മുൻകൂട്ടി പറഞ്ഞില്ലേ? പറയാൻ കാരണം ഇത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചുകൊണ്ട് ഞാനത് ഇത് പഠിപ്പിക്കുന്ന മുമ്പേ തന്നെ കണ്ടില്ല. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത് കാണുന്ന മുമ്പേ തന്നെ മുൻകൂട്ടി പറഞ്ഞു. പ്രീവിയസ് ചോദ്യമാണ്. മറക്കരുത്. ഇത് എക്സ്ട്രാ സെല്ലിനകത്ത് കാണപ്പെടുന്ന ഇത് മേജർ കാറ്റഗറി ഏതാ? ഒന്നേതാ? സോഡിയം. സെക്കൻഡ് പൊട്ടാസ്യം ഉണ്ടോ? സോഡിയം പൊട്ടാസ്യം മറക്കരുത്. അപ്പൊ ECF കുറിച്ച് പറഞ്ഞു. സെല്ല് പുറത്തുള്ള ഫ്ലൂയിഡ് ആണോ ECF? സെല്ല് പുറത്തുള്ള ഫ്ലൂയിഡിന് കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? സെല്ല് പുറത്തുള്ള ഫ്ലൂയിഡിന് കളക്റ്റീവായിട്ട് പറയുന്ന പേര് ECF അല്ലേ? ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 1/3 ഉണ്ട്. ആൻഡ് ICF ECF റേഷ്യോ നോക്കിയാൽ 2:1 റേഷ്യോ അല്ലേ? ഇനി ഇത്രയും കിട്ടിയോ? ഇന്ന് രാത്രി പഠിക്കുമ്പോഴേ ഒരു സമാധാനം പഠിക്കാൻ വേണ്ടി. രാത്രി പഠിക്കാൻ സമാധാനം ഉണ്ടോ? മറ്റു പകലാണെങ്കിൽ ജോലി ചെയ്യണം, അവിടെ പോകണം, ഇവിടെ ഓടണം. രാത്രി സമാധാനം ഉണ്ടോ? സൈലന്റ് അല്ലേ? സത്യമല്ലേ? ജോലി പോണ്ട, ടെൻഷൻ ഇല്ല, എല്ലാം സൈലന്റ് അല്ലേ പഠിക്കാൻ വേണ്ടി? അല്ലേ? ആ ICF കാണപ്പെടുന്ന മേജർ കയറ്റുന്നതാ? ICF മേജർ കയറ്റുന്നതാ? ICF-നകത്തുള്ള മേജർ കാറ്റഗറി പൊട്ടാസ്യം. ECF ആരാ?
ECF സോഡിയം, ICF പൊട്ടാസ്യവും ECF സോഡിയം അല്ലേ? ICF പൊട്ടാസ്യവും ECF സോഡിയം, ആ രണ്ട് കാര്യം മറക്കുവാനെങ്കിലും. ICF പൊട്ടാസ്യം, ECF സോഡിയം. ഞാൻ മറക്കുമോ ചോദിക്കുക, മറക്കുവാനെങ്കിലും. മറക്കില്ലല്ലോ, മറക്കരുതേ. ഇനി ECF തന്നെ പ്രധാനമായിട്ടും ഇത് 3 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ECF തന്നെ പ്രധാനമായിട്ടും 3 കമ്പാർട്ട്മെന്റ്. ഇതൊക്കെയാ ECF പ്രധാനമായിട്ടും 3 കമ്പാർട്ട്മെന്റ്. ഇതൊക്കെയാ മേജറായിട്ട് എപ്പോഴും 3 കമ്പാർട്ട്മെന്റ്സ് ആണ് എപ്പോഴും ECF കേട്ട് കാണും, പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് ഉണ്ടോ, ഇൻഡസ്ട്രീഷ്യൽ ഇൻട്രാവാസ്കുലർ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രീഷ്യൽ എന്നും ഇൻട്രാവാസ്കുലർ എന്ന പേരുകൾ എവിടെയും കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പഠിക്കുന്ന സമയത്ത് ഇൻട്രാവാസ്കുലർ, ഇൻഡസ്ട്രീഷ്യൽ എന്നൊക്കെ പേര് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോ പഠിക്കാൻ പോകുന്നത് മേജറായിട്ട് ECF-ന് 3 കമ്പാർട്ട്മെന്റ്. ECF പ്രധാനമായിട്ടും 3 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോക്കാം, ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ്. ECF-നകത്ത് വരുന്ന 3 കമ്പാർട്ട്മെന്റ്സിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഇൻട്രാവാസ്കുലർ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താ? എന്തായിരിക്കും? ഇത് ബ്ലഡ് എന്ന് പറയാൻ പറ്റുമോ? ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇത് ബ്ലഡ് എന്ന് പറയാൻ പറ്റും? തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ദ ബ്ലഡ് എന്ന് പറയാൻ പറ്റും? ഇത് ചോദിച്ചപ്പോ പണ്ട് തെറ്റിപ്പോയി. ദ ഫ്ലൂയിഡ് ആലോചിച്ചോ, ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്ലഡ് ആണോ? ഒരു നിമിഷം നോക്കിയേ, ബ്ലഡ് ആണോ? ആണോ? ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് ഇത് ബ്ലഡ് ആണോ, അതോ ഇത് ബ്ലഡിനകത്തുള്ള ഫ്ലൂയിഡ് ആണോ? ഏതാ ഏതാ ഏതാ? ദ ബ്ലഡ് എന്ന് പറയുന്ന ഇത് മൊത്തം ഫ്ലൂയിഡ് ആണോ? ആണോ? എന്റെ ചോദ്യം അതാണ്. ECF എന്ന് പറയുന്നത് ബ്ലഡിനകത്തുള്ളത് മൊത്തം ഫ്ലൂയിഡ് ആണ്. ആണോ? എന്റെ ബ്ലഡ് ആണോ? അല്ല, അല്ല എന്ന് പറയും. കാരണം എന്താ? ഇല്ല, ഇത് ബ്ലഡിനകത്ത് ബ്ലഡ് സെൽസ് ഉണ്ടോ? ബ്ലഡിനകത്ത് ബ്ലഡ് സെൽസ് ഇല്ലേ? ഉണ്ടോ? സെൽസ് ഉണ്ടോ? അപ്പോ അത് മൊത്തത്തിൽ പറയാൻ പറ്റുമോ? അത് മൊത്തത്തിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ECF പറയാൻ പറ്റുമോ? സെൽസ് ഇല്ലേ? സെൽസ് ഉള്ളതുകൊണ്ട് ECF പറയാൻ പറ്റും? പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ബ്ലഡ് പ്ലാസ്മ മാത്രം അവിടെ നിന്ന് എടുത്ത് പറയാം അല്ലേ? അവിടെ നിന്ന് ഒരു കാര്യം മാത്രം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ബ്ലഡ് പ്ലാസ്മ മാത്രം എടുക്കാം. സോ ബ്ലഡിനകത്തുള്ള ബ്ലഡ് പ്ലാസ്മ മാത്രം എന്താ? ICF ആണോ ECF ആണോ? ബ്ലഡിന്റെ പ്ലാസ്മയിലെ ഫ്ലൂയിഡും കാപ്പിലറീസിലെ ഫ്ലൂയിഡിനും കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ബ്ലഡിലെ പ്ലാസ്മയിലെ ഫ്ലൂയിഡും കാപ്പിലറീസിലെ ഫ്ലൂയിഡിനും കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ്. മറക്കരുത്, ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആ ബ്ലഡ് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല. ബ്ലഡ് മൊത്തത്തിൽ എടുക്കാൻ പറ്റാത്ത കാരണം എന്താ? പറ്റാത്ത കാരണം സെൽസ് ഉള്ളതുകൊണ്ടല്ലേ. RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നീ പറഞ്ഞ സെല്ലുകൾ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സെൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പ്ലാസ്മ എടുത്തുകൂടെ? പ്ലാസ്മയിലെ ഫ്ലൂയിഡും അതുപോലെ തന്നെ കാപ്പിലറീസിനകത്തുള്ള ഫ്ലൂയിഡിനും എല്ലാം കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് എന്ന് പറയാം. കിട്ടിയോ? ടോട്ടൽ ECF-ന്റെ 20% ഇൻട്രാവാസ്കുലർ ആണ്. ടോട്ടൽ ECF-ന്റെ 20% എപ്പോഴും ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് ആണ്. ക്ലിയർ ആയോ? ഏകദേശം 1/, എത്രയായിരിക്കും ഇവിടെ? 1/4 ഓഫ് ECF. അത് പഠിക്കണ്ട. അത് പഠിക്കണ്ട. ഇത് 1/4 പഠിക്കണ്ട. 20% മാത്രം കേട്ടോ. ഇത്രയും കിട്ടിയോ? കിട്ടിയോ? ചോദ്യം വരും, ടോട്ടൽ ബോഡി ഫ്ലൂയിഡിന്റെ എത്ര ശതമാനമാണ് ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ്? ടോട്ടൽ ബോഡി ഫ്ലൂയിഡിന്റെ ബോഡി വെയിറ്റ് ഇല്ല, ബോഡി ഫ്ലൂയിഡിന്റെ എത്ര ശതമാനമാണ് ഇൻട്രാവാസ്കുലർ? അപ്രോക്സിമേറ്റ്ലി 20%. കിട്ടിയോ?
ഒരാളുടെ ബോഡിയിൽ എത്ര ഉണ്ടായിരിക്കും? പ്ലാസ്മ എത്ര ഉണ്ടേ? ടോട്ടൽ ബ്ലഡ് വോളിയത്തിന്റെ എത്ര ശതമാനം പ്ലാസ്മ? ടോട്ടൽ ബ്ലഡ് വോളിയത്തിന്റെ എത്ര ശതമാനം പ്ലാസ്മ? 55 അല്ലേ? 55 55 നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ ബ്ലഡ് വോളിയം ചോദിച്ചാൽ ഏകദേശം ഒരു 5 മുതൽ 6 ലിറ്റർ, 5 മുതൽ 6 ലിറ്റർ. അതിന്റെ 55% ആരാ? പ്ലാസ്മയല്ലേ? ഇപ്പൊ ബാക്കി 45 എല്ലാവരും ബ്ലഡ് പഠിച്ചാണ് 45 സെൽസ് അല്ലേ? ബ്ലഡ് സെൽസ് അല്ലേ? അല്ലേ? ഇത്രയും കിട്ടിയോ? ഇതുവരെ പറഞ്ഞ ക്ലിയർ? ഇൻട്രാവാസ്കുലർ ക്ലിയർ? അടുത്താരാ? ഇൻട്രാവാസ്കുലർ കഴിഞ്ഞാൽ അടുത്ത ആളാരാ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആരാ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ഇൻട്രാവാസ്കുലർ കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. എന്തായിരിക്കും ഇൻഡസ്ട്രീഷ്യൽ? ആ പേര് തന്നെ എന്തായിരിക്കും? പേരിൽ തന്നെ ഒരു എന്തായിരിക്കും? ക്ലാസ്സിലാണേ, ടുമോറോ മോർണിംഗ് ബസ്. എന്തായിരിക്കും ഇൻഡസ്ട്രീഷ്യൽ? എന്താ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് എവിടെ കാണും? സെൽസിന് ഇടയിലാണോ? ഇൻഡസ്ട്രീഷ്യൽ അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ കാണുന്ന സ്ഥലം എവിടെയാ? സെൽസിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണോ? സെൽസിന്റെ ഇടയിൽ കാണുന്ന ഫ്ലൂയിഡ് അവിടെ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലിംഫാറ്റിക് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ ഇപ്പൊ സെല്ലിടയിലൊക്കെ ഇപ്പൊ വാട്ടർ ഇല്ലേ? ഓരോ സെല്ലിൽ വാട്ടർ ഉണ്ടോ? സെല്ലുകൾക്കിടയിൽ വാട്ടർ ഉണ്ടോ? സെൽസിന്റെ ഇടയിൽ വാട്ടർ ഉണ്ടോ? എങ്കിൽ ആ വാട്ടറിനെ പറയുന്ന പേരെന്താ? എന്തായിരിക്കും? സെല്ലുകൾക്കിടയിൽ വാട്ടർ ഉണ്ടെങ്കിൽ ആ പറഞ്ഞ എന്താ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലേ? സെല്ലുകൾക്കിടയിൽ വാട്ടർ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ്. അപ്രോക്സിമേറ്റ്ലി ECFന്റെ 3/4 അപ്രോക്സിമേറ്റ്ലി ECFന്റെ 3/4 ആരാ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ആണ്. മറക്കരുത്, ചോദ്യം വരും. ECFന്റെ മേജർ പാർട്ട് എന്ന് പറഞ്ഞാരാ? ഇൻട്രാവാസ്കുലർ ആണോ, ഇൻഡസ്ട്രീഷ്യൽ ആണോ, ഇൻട്രാ സെല്ലുലർ ആണോ? ECFന്റെ മേജർ പാർട്ട് ആരാ? മേജർ പാർട്ട് ഇൻഡസ്ട്രീഷ്യൽ, ഇൻട്രാവാസ്കുലർ, ഇൻട്രാ സെല്ലുലർ വരും. ECFന്റെ മേജർ പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രാവാസ്കുലർ ആണോ, ഇൻഡസ്ട്രീഷ്യൽ ആണോ, ഇൻട്രാ സെല്ലുലർ ആണോ? ഇൻഡസ്ട്രീഷ്യൽ. ഏകദേശം 12 ലിറ്റർ വേണം. ഏകദേശം ECFന് 12 ലിറ്ററോളം ആരാ? ECFന് 12 ലിറ്ററോളം ആരാ? ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് മേജർ ആയിട്ട് കാണുന്നത്. മറക്കരുത്, ചോദ്യം വരും. അടുത്ത മൂന്നാമത്തെ ആരാ? തേർഡ് വൺ ഈസ് ട്രാൻസ്സെല്ലുലാർ ഫ്ലൂയിഡ്. പഠിക്കുമ്പോ ഫസ്റ്റും സെക്കൻഡും പേരിട്ടുണ്ടല്ലോ. ഫസ്റ്റ് പറഞ്ഞ പേരും സെക്കൻഡ് പറഞ്ഞ പഠിക്കും, പക്ഷെ മൂന്നാമത്തെ പേര് മറന്നു. കാരണം അറിയാമോ? ട്രാൻസ് സെല്ലുലാർ എന്ന പേര്. സെല്ലുലാർ കേൾക്കാറില്ല. സെല്ലുലാർ റെസ്പിറേഷൻ എന്നും അറിയാമോ? സെല്ലുലാർ റെസ്പിറേഷൻ എന്ന പേരുണ്ട്. അതുപോലെ വരുന്ന പേരാണ് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ്. എന്തായിരിക്കും ട്രാൻസ്സെല്ലുലാർ? ഇനി JPC എക്സാം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് 1 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കേട്ടോ. ടുമോറോ കാർഡിയോവാസ്കുലർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 1 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ, അതായത് ഫസ്റ്റ് 1 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരാം കേട്ടോ. ഓക്കെ, അതിന് മുമ്പേ ഞാൻ തരുന്ന ഫസ്റ്റ് 150 സെറ്റ് ക്വസ്റ്റ്യൻ പ്രിന്റ് കേട്ടോ. ഫസ്റ്റ് 150 സെറ്റ് 1 മാസം കൊണ്ട് പ്രിന്റ് എടുക്കാം. തരുന്ന 150 സെറ്റോളം ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കോ? എടുക്കുമോ? 150 സെറ്റ് ഫസ്റ്റ്.
ഒരു മാസം കൊണ്ട് സമയം സ്പീഡ് വേണ്ട, ചാടിക്കെടുക്കണ്ട. 1 മാസം കൊണ്ട് നോക്കിട്ട് മുമ്പ് എടുക്കും. ആ 1 മാസം കൊണ്ട് നമുക്ക് കുറെ തിയറി പഠിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻ നോക്കാമോ? 1 മാസം കൊണ്ട് കംപ്ലീറ്റ് തിയറി പഠിച്ച ശേഷം അടുത്ത 1 മാസം ക്വസ്റ്റ്യൻ ഡിസ്കഷനും അവസാന 1 മാസം റിവിഷനും പോകാൻ മതി. 1.5 മാസം പോകും. ഞാൻ 1 മാസം പറഞ്ഞാൽ 1.5 മാസം പോകും തിയറി. 1 മാസം പറയുകയാണെങ്കിൽ ചുമ്മാ അല്ല, 1.5 മാസം സത്യം പറയാം. 1.5 മാസം തിയറി, 1 മാസം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ബാക്കി റിവിഷൻ തിയറി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. തിരിഞ്ഞു അല്ലേ? തിയറി റിവിഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. തിരിഞ്ഞുയോ? തിയറി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ റിവിഷൻ. ശരിയല്ലേ? തിയറി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ റിവിഷൻ. ആര് കേൾക്കുന്നു? എവിടെ കേൾക്കുന്നു? ഇത്രയും ദിവസം പഠിച്ചിട്ട് പോലും കേൾക്കുന്നില്ല. ഇനിയെങ്കിലും ആ സെല്ലൊക്കെ നോക്കട്ടെ. സെല്ല് തൊട്ട് നോക്കോടെ, എവിടെ നോക്കും? സോ ദ ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണ് നമ്മുടെ ബോഡിക്കകത്ത് ദ ട്രാൻസ് സെല്ല് ഫുൾ കാണപ്പെടുന്നത്? എവിടെ ആയിരിക്കും? ബോഡിക്കകത്ത് എവിടെ കാണുന്നു? ബോഡിക്ക് എവിടെ കാണും? അയ്യോ സാർ ചോദിക്കും ട്രാൻസ്ലെർ, ബാക്കിയെല്ലാം ഓർമ്മയുണ്ട്. ട്രാൻസ്ലെർ ബോഡിക്ക് എവിടെ കാണും? ട്രാൻസ് സെല്ലർ ഫ്ലൂയിഡ്. ക്വസ്റ്റ്യൻ കേൾക്കാൻ പോലും ഊഹിക്കാൻ പറ്റത്തില്ല. എവിടെ ആയിരിക്കും ക്വസ്റ്റ്യൻ? ട്രാൻസ്ലെർ. ട്രാൻസിന്റെ മീനിങ് അറിയില്ല. സെല്ലിനകത്താണെങ്കിൽ സെല്ലർ ഫ്ലൂയിഡ് ആണ്. ഫസ്റ്റിന്റെ വാക്കിന് അർത്ഥം അറിയില്ല. എവിടെ കാണും ട്രാൻസ്? പഠിക്കാറുണ്ട്. ദ പെരികാർഡിയൽ സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാ? പ്രീവിയസ് കേരള PSC എക്സാം ചോദ്യമാണ്. ദ പെരികാർഡിയൽ സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാ? ട്രാൻസ്ലെർ ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഏതാ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഏതാ? ട്രാൻസ്ലെർ ആണ്. സൈനോവിൽ ഫ്ലൂയിഡ് എന്താ? ട്രാൻസ്ലെർ ആണ്. ഇൻട്രാ ഓക്കുലർ ഫ്ലൂയിഡ് എന്താ? ട്രാൻസ്ലെർ ആണ്. ദ പ്ലൂറൽ ഫ്ലൂയിഡ് എന്താ? ട്രാൻസ്ലെർ. സോ ചോദ്യം വരും, ഇത്രയും സാധനമാണ് എപ്പോഴും ട്രാൻസ്ലെർ എന്ന് പറയുന്നത്. ഇതൊക്കെയാ പെരികാർഡിയൽ ഫ്ലൂയിഡ് എടുക്കാം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുക്കാം, അതുപോലെ സൈനോവിൽ ഫ്ലൂയിഡ് എടുക്കാം, ഇൻട്രാ ഓക്കുലർ ഫ്ലൂയിഡ് എടുക്കാം, ദ പ്ലൂറൽ ഫ്ലൂയിഡ് എടുക്കാം. ഇവയെല്ലാം എന്ത് ടൈപ്പ് ഫ്ലൂയിഡാ? ചോദ്യം വരും. സെല്ലുലർ ഫ്ലൂയിഡ്. ഏതൊക്കെയാ? പെരികാർഡിയൽ സ്പേസിലുള്ളത്. സെറിബ്രോസ്പേസ് 5 എണ്ണം എപ്പോഴും എന്ത് ഫ്ലൂയിഡാ? CSIP. സെറിബ്രോ സൈനോ ഇൻട്രാ ദ പ്ലൂറൽ എന്താ? സെറിബ്രോ സൈനോ ഇൻട്രാ ദ പ്ലൂറൽ എന്താ? സെറിബ്രോ സൈനോ ഇൻട്രാ പ്ലൂറൽ എന്താ? ട്രാൻസ്ലെർ അല്ലേ? ഇവിടെ ചോദിച്ചോട്ടോ. കാരണം ഇത് അധികം ആരും അങ്ങ് ആഴ്ന്ന് പഠിക്കുന്ന സംഭവം കേട്ടോ. അധികം ആരും ഇരുന്ന് ഈ പറഞ്ഞ ട്രാൻസ്ലെർ അങ്ങോട്ട് പഠിക്കും. ഇത്രയും വർഷമായിട്ട് പഠിച്ചിട്ട് പോലും സെല്ലിനകത്തുള്ള ട്രാൻസ്ലെർ പേരെ കേട്ടിട്ടില്ല അല്ലെ? പേരെ അറിയില്ല. പിന്നെയാണ് പെരികാർഡിയൽ സ്പേസിൽ ട്രാൻസ്ലെർ ആണ്. എന്ത് ചോദ്യമാണ്? ചോദ്യം ചോദിക്കാൻ എഴുതൂടെ? ചോദ്യം വരുമ്പോൾ എഴുതോ? എഴുതോ? എത്രയുണ്ട് പെർസെന്റേജ്? അല്ല ചോദിക്കുമ്പേ എത്ര പെർസെന്റേജ്? ഇതെങ്ങനെ രോഗം കൊള്ളും? ട്രാൻസ്ലെർ ഫ്ലൂയിഡ് ചുമ്മാ ഉണ്ടാവും അവിടെ? ട്രാൻസ്ലെർ ഫ്ലൂയിഡ് ചുമ്മാ ഉണ്ടാവും? അല്ല, ആരുണ്ടാക്കും? എപ്പിത്തീലിയൽ സെൽസ് അല്ലേ? ചുമ്മയാണോ? ട്രാൻസ്ലെർ ഫ്ലൂയിഡ് ആരുണ്ടാക്കും? എപ്പിത്തീലിയൽ സെൽസ് ആണ് എപ്പോഴും ട്രാൻസ്ലെർ ഫ്ലൂയിഡ്. നമ്മുടെ ബോഡിയിൽ അപ്രോക്സിമേറ്റ്ലി ഏകദേശം 1 ലിറ്ററോളം ആരുണ്ട്? മാക്സിമം 1 ലിറ്ററോളം എന്തുണ്ട്? ഈ പറഞ്ഞ ട്രാൻസ്ലെർ ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ? സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് അല്ലേ ഇത്? സ്പേസിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് അല്ലേ ഇത്? അബൌട്ട് 1 ലിറ്ററോളം കാണാറുണ്ട്. സെക്രീറ്റ് ചെയ്ത സെല്ലിന്റെ പേരെന്താ? ട്രാൻസ്ലെർ ഫ്ലൂയിഡ്. സെക്രീറ്റ് സെല്ലിന്റെ പേര് വെച്ചാൽ എപ്പിത്തീലിയൽ സെൽസ് ആണ് എപ്പോഴും ട്രാൻസ്ലെർ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നത്. മറക്കരുത്, ചോദ്യം വരും. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും ബോഡി ഒരുപോലെ കാണുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും ബോഡിയിൽ ഒരുപോലെയാണോ ഈ പറഞ്ഞ ഫ്ലൂയിഡ് കാണപ്പെടുന്നത്? നല്ല വണ്ണമുള്ള ആൾക്കാരിൽ ഈ പറഞ്ഞ ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. വണ്ണമുള്ള ആൾക്കാരിൽ നോക്കി എന്നെ പോലെ ഉണ്ടായിരിക്കൂടെ? വണ്ണമുള്ള ബോഡിയിലാണെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലാണോ അത് കുറവാണോ? ഫ്ലൂയിഡ് കൂടുതലാണോ കുറവാണോ?
അത് ഒബീസ് പേഴ്സൺ ആണെങ്കിൽ പറഞ്ഞേ ഇത് നോർമലിനെക്കാട്ടിലും കുറവാണോ? ചോദ്യം വരും. നല്ല ഒബീസ് പേഴ്സൺ ആണെങ്കിൽ നോർമൽ പേഴ്സണെക്കാട്ടിലും കുറവാണ്. എന്തുകൊണ്ടാ ചോദ്യം? എന്തുകൊണ്ടാ ഒബീസ് പേഴ്സണില് ഈ പറഞ്ഞ ട്രാൻസെല്ലുലർ എന്തുകൊണ്ടാ കുറയാൻ കാരണം എന്താ? ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലല്ലേ? ഫാറ്റിന്റെ ഡെപ്പോസിഷൻ കൂടുതലല്ലേ? ആണോ? ഒബീസിറ്റി വരുമ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലല്ലേ? ഫാറ്റ് കൂടുന്ന സമയത്ത് അവിടെ വാട്ടർ ഉണ്ടായിരിക്കും. ഫാറ്റ് കൂടുമ്പോൾ വാട്ടർ ഉണ്ടോ? ഇല്ല. ഫാറ്റ് കൂടുന്തോറും സ്പേസിൽ ഈ പറഞ്ഞ സ്പേസില്ലേ അവിടെ വാട്ടർ ഇല്ല. ശരിയല്ലേ? സ്പേസ് ഏതാണ്? സ്പേസ് ഏതാ? സ്പേസ് ഇൻട്രാ കുറെ വാസ്കുലർ ആണോ? വാസ്കുലർ ആണോ? സ്റ്റീഷ്യൽ ആണോ? സെല്ലർ ആണോ? സെല്ലർ അല്ലേ? നല്ല ഒബീസ് ആകുന്ന സമയത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ കാരണം ഫാറ്റ് അടിഞ്ഞു കൂടുന്നുണ്ട്. എന്താണ്? വാട്ടർ ഉണ്ടാവില്ല. വാട്ടർ സോല്യൂബിൾ അല്ലേ? ഫാറ്റ് എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ അല്ലേ? ഫാറ്റ് എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ അല്ലേ? ഫാറ്റ് ഈസ് വാട്ടർ സോല്യൂബിൾ അല്ലേ? ന്യൂട്രീഷനിൽ പഠിക്കും. ഫാറ്റ് ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണോ? ഫാറ്റ് എന്ന് പറയുന്നത് ഒരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണോ? ഫാറ്റ് ആലോചിച്ച് നോക്കിയേ. ന്യൂട്രീഷൻ പഠിക്കാറുണ്ട്. ആണോ? അല്ല. ആണോ? ഫാറ്റ് ഒരു വാട്ടർ സോല്യൂബിൾ ആണോടെ? അല്ലെന്ന് പറയടേ ആണോ അല്ലയോ? ഫാറ്റ് ഒരു വാട്ടർ സോല്യൂബിൾ ആണോ? അല്ല. അപ്പൊ ഫാറ്റ് ഉള്ളിടത്ത് വാട്ടർ ഉണ്ടാവോ? ഫാറ്റ് അടിഞ്ഞുകൂടുന്നിടത്ത് വാട്ടർ ഉണ്ടാവോ? ഇല്ല. ഫാറ്റ് വാട്ടർ സോല്യൂബിൾ അല്ല. ഫാറ്റ് വാട്ടർ സോല്യൂബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഫാറ്റ് ബോഡി കൂടുന്നിടത്ത് വാട്ടർ ഒരിക്കലും ഉണ്ടാകില്ല. ഫാറ്റ് ഡെപ്പോസിഷൻ മാത്രം കൂടും. വാട്ടർ കുറവായിരിക്കും. ശരിയല്ലേ? ആണോ? ശരിയല്ലേ? സത്യമല്ലേ കാര്യം? സത്യമാണല്ലോ. ഫാറ്റ് എന്ന് പറയുന്നത് വാട്ടർ സോല്യൂബിൾ ആണോ? ഞാൻ പറഞ്ഞപ്പോൾ ചില ആലോചിച്ചു. ആണോ? ഫാറ്റ് എന്ന് പറയുന്ന വാട്ടർ അവിടെ അല്ല. അപ്പോഴേ ഫാറ്റ് എടുത്ത് ഈ പറയുന്ന വാട്ടർ ഉണ്ടായിരിക്കും? വാട്ടർ ഉണ്ടാകില്ല. ഫാറ്റ് എടുത്ത് വാട്ടർ ഒരിക്കലും ഉണ്ടാകില്ല. വാട്ടർ സോല്യൂബിൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫാറ്റ് കൂടുതലായ സമയത്ത് വാട്ടർ കുറവായി തുടങ്ങി. ഇത് നിങ്ങൾ ആരും കാണുന്നറിയാമോ? നല്ല പ്രായമായ ആൾക്കാരില്ലേ ഫാറ്റ് ഡെപ്പോസിറ്റ് സമയത്ത് അവിടുന്ന് മസിൽ കുറഞ്ഞു കണ്ടുകൊണ്ടാണെങ്കിലും ബോഡി ഫ്ലൂയിഡ് കുറഞ്ഞ് ഓൾഡ് ഏജ് സമയത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ മസിൽ കൂടുന്തോറും അവർ നല്ല ഉണങ്ങി കണ്ടുകൊണ്ടാണെങ്കിലും പ്രായം കൂടുന്തോറും വയസ്സായ ആൾക്കാർ നല്ല ഉണങ്ങി കണ്ടുകൊണ്ടാണെങ്കിലും ഉണ്ടോ? അവിടെ വാട്ടർ ഉണ്ടോ സമയത്ത്? അവരെ പോലെ വാട്ടർ കൂടുതലുണ്ടോ? ഇല്ലല്ലോ. വാട്ടർ കൂടുതലുണ്ടോ? ഇല്ല. വാട്ടർ കുറഞ്ഞു പോകാറില്ലേ? അതുകൊണ്ടല്ലേ ഉണങ്ങി പോകുന്നവര്. അറിയുക. ഇത്രയും കിട്ടിയോ? സിമ്പിൾ എത്രയും പഠിച്ചോ? സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചോ? യെസ്. നെക്സ്റ്റ് കട്ടിങ് കിട്ടോ? ദ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ആണ് ചോദിക്കാറുണ്ട്. ദ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ്. ഇതിൽ എവിടെ പഠിക്കുന്നില്ല? ഇതെല്ലാം പഠിക്കുന്നത് ദ ഫ്ലൂയിഡ് ഇംബാലൻസിലാണോ ബാലൻസിലാണോ? ഇതെല്ലാം പഠിക്കുന്നത് ഫ്ലൂയിഡ് ഇംബാലൻസിലാണോ ബാലൻസിലാണോ? ഇപ്പോഴും പറഞ്ഞ് തോന്നാം ഫ്ലൂയിഡ് ബാലൻസ്. പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങൾ എക്സാമിൽ പഠിക്കാൻ ശ്രമിക്കുന്ന പേര് ഇംബാലൻസ് അല്ലേ? എക്സാമിൽ പഠിക്കാൻ ശ്രമിക്കുന്ന പേര് ഇംബാലൻസ് അല്ലേ? ഞാൻ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പഠിച്ചില്ല. ശരിയല്ലേ? അയ്യോ, ഞാൻ ഈ പറഞ്ഞ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് പഠിച്ചില്ല. പഠിക്കണമല്ലോ, അത് പഠിക്കണം. പക്ഷെ ഈ പറഞ്ഞ ബാലൻസിലൂടെ പഠിക്കുന്നറിയുമോ? ഇത് സെല്ലാത്തല്ലേ? സെല്ലാത്ത സംഭവം ഇതൊക്കെ ഇൻഡസ്ട്രീഷ്യൽ വാസ്തുവൊക്കെ. ശരിയല്ലേ? നോക്കാം. ദ നോർമൽ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ചോദിക്കാറുണ്ട്. അഡൽട്ടിൽ എത്ര ശതമാനം?
അഡൽട്ട് എത്രയാ? നോർമൽ ദ ഫ്ലൂയിഡ് റിക്വയർമെന്റ് അഡൽട്ടിൽ എത്ര വേണം? അഡൽട്ട് പറയുന്നുണ്ട് ന്യൂബോൺ പറയാം. ന്യൂബോൺ എത്ര വേണം? എത്ര വേണം? പെർ കെ ജി ദ ബോഡി വെയിറ്റ് എത്ര വേണം? പെർ കെ ജി ബോഡി വെയിറ്റിൽ ദ ന്യൂബോൺ എത്ര വേണം? 80 to 100 ml per kg അല്ലേ? 80 to 100 ml per kg പെർ ബോഡി വെയിറ്റ് വേണം. ദ നോർമൽ ദ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ചോദിക്കാറുണ്ട്. ന്യൂബോൺ ആണെങ്കിൽ എത്ര വേണം? 80 മുതൽ 100 ml per kg എപ്പോഴും ദ ന്യൂബോൺ വേണം. ഇനി ഇൻഫാൻ ആണെങ്കിലോ ചോദിക്കാറുണ്ട്. ഇൻഫാൻ എത്ര വേണം? ഇൻഫാനിന് ഇതിൽ കുറവാണ് കൊള്ളണോ? ഇൻഫാനിന് ന്യൂബോണിനെക്കാളും കുറവാണ് കൊള്ളണോ? ദ ന്യൂബോൺ ആണെങ്കിൽ അത് 80 തൊട്ട് 100 വേണം. 100 ml per kg വേണം. ഇൻഫാന്റ് ആകുമ്പോൾ കൂടെ കുറയൂടെ? ഇൻഫാന്റ് ആകുമ്പോൾ കൂടുമ്പോൾ കുറയും. ആലോചിച്ച് പറയുക. ഇൻഫാന്റിൽ നോർമൽ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കുറയും കൂടും? കൂടുതലൂടെ? കൂടുതലൂടെ ഇൻഫാനില് പറഞ്ഞ് കൂടുതലൂടെ? എത്ര വേണം? ഒരു 100 മുതൽ ഒരു 150 ml per kg പെർ ബോഡി വെയിറ്റ് വേണ്ടേ? 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 വേണം. 100 മുതൽ 150 ml per kg വേണം. പക്ഷേ ഇൻഫാന്റ് കഴിഞ്ഞ് പതിയെ ടോട്ടലിലോട്ട് പോകുമ്പോല്ലേ, ഇൻഫാന്റ് കഴിഞ്ഞ് പതിയെ ടോട്ടലറിലോട്ട് പോകുമ്പോ അത് കുറച്ച് കുറയും. മറക്കരുത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു ന്യൂബോൺ ആണെങ്കിൽ ഒരു 80 മുതൽ 100 ml per kg ബോഡി വെയിറ്റ് വേണം. നോർമൽ ഫ്ലൂയിഡ് റിക്വയർമെന്റാ പറഞ്ഞത്. അതേസമയം ഇൻഫാന്റ് ആണെങ്കിൽ 100 മുതൽ 150ഓളം വേണം. പക്ഷെ ടോട്ടലർ ആകുമ്പോൾ 100 മുതൽ 125 ml per kg ബോഡി വെയിറ്റ് മതി. ശരിയല്ലേ? അത് കുറച്ച് കുറഞ്ഞു. ടോട്ടൽ എത്തിയപ്പോ കുറഞ്ഞോടെ? ടോട്ടൽ എത്തിയപ്പോ ഈ പറഞ്ഞ ന്യൂബോണിനെക്കാട്ടിലും ഇൻഫാന്റിനെക്കാട്ടിലും കുറഞ്ഞോ ഇല്ലയോ റിക്വയർമെന്റ്? ഫ്ലൂയിഡ് റിക്വയർമെന്റ് എപ്പോഴും ടോട്ടൽ കുറഞ്ഞില്ലേ? കുറഞ്ഞു. ഇത് പ്രീ സ്കൂളറിലോ? പ്രീ സ്കൂളറിലുമാണെങ്കിൽ 75 to 100 ml per kg ബോഡി വെയിറ്റ് വേണം. 75 to 100 ആണ് എപ്പോഴും പ്രീ സ്കൂളറും വേണം. പക്ഷെ അതേസമയം അഡോളസെൻസ് എത്തുമ്പോൾ 50 to 75 ml per kg വേണം. അപ്പോൾ ന്യൂ ബോൺ എത്ര വേണം? ഒരു ന്യൂ ബോൺ ആണ് എത്ര വേണം? നോർമൽ ഫ്ലൂയിഡ് റിക്വയർമെന്റ് ഇത് ന്യൂ ബോൺ എത്ര വേണം? എത്രയാ? ആ വാല്യൂ മാത്രം പറയുക. വാല്യൂ 80 മുതൽ 100. ഇൻഫാന്റ് ആണെങ്കിലോ 100 മുതൽ 150. ടോളർ ആണെങ്കിൽ 100 മുതൽ 120. കുറഞ്ഞോടെ അല്ലേ? പ്രീ സ്കൂളർ ആണെങ്കിൽ 75 to 100. അഡോളസെൻസ് ആണെങ്കിൽ 50 മുതൽ 75. ഇവിടെ ഇത്രയും ഇത് കുറയുന്ന വാല്യൂ എവിടെ വരുന്നത്? ഫസ്റ്റ് കുറയുന്ന എവിടെയാ? ടോളർ അല്ലേ? കുറയുന്ന എവിടെ വെച്ചാൽ ടോളർ എത്തുമ്പോ വാല്യൂ ഫ്ലൂയിഡ് റീപ്ലേസ് റിക്വയർമെന്റ് വാല്യൂ കുറയാറുണ്ട്. കിട്ടിയോ? ഇത്രയും കിട്ടിയോ? അഡൽട്ട് എത്രയാ? അഡൽട്ട് നിങ്ങൾക്ക് എത്രയാ? അഡൽട്ട് 40 മുതൽ 50 ml പെർ kg അല്ലേ? പെർ kg ഒരു kgക്കാണ് 40 മുതൽ 50 ml. പ്രീവിയസ് ചോദ്യമാണ്. 40 മുതൽ 50 ml പെർ kg. ആലോചിക്കും. പെർ kg പറയുമ്പോഴേ ആരെങ്കിലും സാർ ഒരു സ്ഥലം മതിയോ? സത്യം പറയാം. അത് ഇപ്പൊ ആരും തോന്നിയോ? ആരുടെയും മനസ്സിൽ കാണും. സർ പെർ kg എന്ന് പറയുമ്പോൾ 40 മുതൽ 50 ml മതിയോ? എത്ര വെയിറ്റ്? ബോഡി വെയിറ്റ് എത്ര? നോക്കി നോക്കാം. നോർമൽ അഡൽട്ടിൽ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്ന പറയാറുണ്ട്? നോർമൽ അഡൽട്ടിൽ ഒരു ദിവസം എത്ര വെള്ളത്തോളം പറയാറുണ്ട്? ഏകദേശം 2600 ml. പണ്ട് ആണെങ്കിൽ 2 വർഷം മുമ്പ് ആണെങ്കിൽ 2500 അല്ലേ? ശരിയല്ലേ? 2 വർഷം മുമ്പേ ഉള്ള ബുക്കുകളിലെല്ലാം 2500 ml അല്ലേ? 2 വർഷം മുമ്പേ ഉള്ള എല്ലാ ബുക്കിലും 2500 ml അല്ലേ പെർ kg വേണ്ട ആവറേജ്? പക്ഷെ ഇപ്പോഴെല്ലാം 2600 ml പറയാറുണ്ട്. മറക്കരുത്. കിട്ടിയോ? ഇനി ചോദിക്കും ടോട്ടൽ ഇൻടേക്ക് ഓഫ് വാട്ടർ എത്ര ലിറ്റർ വേണം? നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കും? ടോട്ടൽ ഇൻടേക്ക് ഓഫ് വാട്ടർ എത്ര ലിറ്റർ വെള്ളം കുടിക്കും നമ്മൾ?
എത്ര കുടിക്കും ഒരു ദിവസം? ഒരു ദിവസം എത്ര ലിറ്റർ കുടിക്കും മാക്സിമം? എത്ര എം എൽ? എത്ര എം എൽ? ഒരു ദിവസം മാക്സിമം എത്ര ലിറ്റർ? അങ്ങനെ ചോദിക്കരുത്, എനിക്ക് കപ്പ അറിയാവൂ. എം എൽ എന്ന് ചോദിക്കുക. ശരിയാണ്. എം എൽ എന്ന് ചോദിച്ചത് നാണം കെടുത്തരുത്. എത്ര കപ്പ് വേണേ പറയാം, എത്ര കുപ്പി കുടിക്കുന്നു പറയാം. എം എൽ ചോദിക്കുക. 1200 മുതൽ 1500 എം എൽ ടോട്ടൽ ഇൻടേക്ക്. എത്രയാ എം എൽ? എത്രയാ? 1200 മുതൽ. ആണോ? ശരിയാണോ? ശരിയാണോ? 1200 മുതൽ 1500 എം എൽ. എസ് അല്ലേ? 1200 മുതൽ 1500 എം എൽ. അറിയില്ല? നിങ്ങൾക്ക് അറിയില്ലല്ലേ? 1200 മുതൽ 1500 എം എൽ കുടിക്കും. പക്ഷെ കഴിക്കുന്ന ഫുഡിൽ വാട്ടർ കിട്ടാറുണ്ടോ? കഴിക്കുന്ന ഫുഡിൽ നിന്നും വാട്ടർ കിട്ടാറുണ്ടോ? ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും വാട്ടർ കിട്ടാറുണ്ട്. ഏകദേശം 800 മുതൽ 1100 എം എല്ലോളം കുടിക്കുന്നത് കൂടാതെ തന്നെ കുടിക്കുമ്പോൾ 1200 മുതൽ 1000 കിട്ടും. അതേസമയം കഴിക്കുന്ന ഫുഡിൽ നിന്നും 800 മുതൽ 1100 എം എൽ കിട്ടും. ഇതല്ലാതെ ബോഡിയിൽ വേറെ വാട്ടർ ഉണ്ടോ? ഈ രണ്ടുമല്ലാതെ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഫുഡിൽ നിന്നും അല്ലാതെ വേറെ വാട്ടർ കിട്ടാറുണ്ടോ? ദ മെറ്റബോളിക് പ്രോസസിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടാറുണ്ടോ? ബോഡിയിൽ നടക്കുന്ന ദ മെറ്റബോളിസത്തിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ടും വാട്ടർ കിട്ടാറുണ്ടോ? ഉണ്ടോ? ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസത്തിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് എത്ര കിട്ടും? ഒരു 300 എം എല്ലോളം കിട്ടും. കിട്ടൂല? 300 എം എല്ലോളം മെറ്റബോളിസം ബന്ധപ്പെട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനോടൊപ്പം കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിനോടൊപ്പം എത്രയാ ബാക്കി? ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ എത്രയായിരിക്കും? ഏകദേശം എത്ര എം എൽ? ടോട്ടൽ എത്രയായിരിക്കും? ഏകദേശം 2300 മുതൽ 2900 എം എൽ കിട്ടാറില്ലേ? ശരിയല്ലേ? 2300 മുതൽ 2900 വരെയാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലേ? 2300 മുതൽ 2900 നമ്മുടെ പറഞ്ഞ ബോഡി ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞ ക്ലിയറായോ? ക്ലിയറായോ? എക്സാമിനേഷനിൽ ഇതെല്ലാം പഠിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ എക്സാമിനേഷൻ പഠിക്കരുത്. ഇല്ല, നേരെ കാർഡിയോവാസ്കുലർ, എൻഡോക്രൈൻ, സിസ്റ്റം മാത്രം മതി. സിസ്റ്റം ആയിരിക്കും വിജയം. പഠിക്കൂ ഇതൊക്കെ എവിടെയെങ്കിലും? പഠിക്കില്ല. സോ ഇത് പഠിച്ചതാ. ചാപ്റ്റർ 1 ഏതാ? ഈ ഒരു ചാപ്റ്ററിന്റെ പേരെന്താ? ഈ ഒരു ചാപ്റ്റർ 1ന്റെ പേരെന്താ? ദ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചാപ്റ്റർ അല്ലേ? ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചാപ്റ്റർ ഒന്ന് കിട്ടിയോ? ഇംബാലൻസ് അല്ല, ബാലൻസിന്റെ ചാപ്റ്റർ ഒന്ന് കിട്ടിയോ? കൃത്യമായി ഞാൻ ഹെഡിങ് ഇടാറുണ്ട്. എല്ലാ ക്ലാസ്സിന്റെ ഹെഡിങ് കിട്ടിയിട്ടുണ്ട്. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിന്റെ ചാപ്റ്റർ 1 ക്ലിയർ ആയല്ലോ? ഒരു ക്ലിയർ ആയി പറഞ്ഞു. കിട്ടിയോ? ഒരു ടെൻഷൻ വേണ്ട കേട്ടോ. സുഖമായി പോയി ഇറങ്ങുക. എക്സാമിന് പഠിക്കുന്ന ആളാണെങ്കിൽ സുഖമായിട്ട് പോയി ഇറങ്ങുക. പക്ഷെ JPC പഠിക്കുന്ന ആളെങ്കിൽ റെക്കോർഡിങ്സിൽ നോക്കുക കേട്ടോ. കിട്ടും. ഞാൻ പറയും പഠിക്കുമല്ലോ. ഞാൻ പറയും പോലെ പഠിക്കുന്നു. എനിക്ക് ആ വാക്ക് തരുക. എനിക്ക് വാക്ക് തരുക. ഒരു വാക്ക് പഠിക്കൂ. എനിക്ക് വാക്ക് തന്നാൽ ഞാൻ സമയം തരും. എനിക്ക് വാക്ക് തന്നാൽ എന്റെ സമയം ഞാൻ തരും. എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഞാൻ എന്റെ സമയം തരും. മതിയോ? എനിക്ക് ഉറപ്പ് തന്നാൽ പാസ്സാകുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ എന്റെ സമയം തരുന്നത്. സമയം തരും. കണ്ടില്ലേ സമയത്രേ? ഇപ്പം സമയത്രേ 12 ആയിരുന്നില്ലേ? 12 മണി 7 മിനിറ്റ് ആയി. 12 മണി 7 മിനിറ്റ് ആയി. എനിക്ക് വാക്ക് തരൂ, ഞാൻ സമയം തരും. ഓക്കെ, ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കുക. എന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. എന്റെ ഗ്രൂപ്പ് ലിങ്ക് എല്ലാ കൈകൾക്കൂടെയും അയച്ചു കൊടുക്കൂടെ? അയക്കൂല അല്ലേ? അയക്കുമോ? ഇപ്പൊ തന്നെ പോയി എല്ലാവർക്കും അയച്ചു കൊടുത്തോ.